ത്രില്ലിംഗ് സ്റ്റോറീസ് ബൈ മിഥുൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നൊരു പുതിയ കഥയുമായി വന്നിരിക്കുകയാണ്. അവതരണം മിഥുൻ മോഹൻ. അപ്പോൾ തുടങ്ങാം നമുക്ക്. ആദിത്യപുരത്തിന്റെ കിഴക്കേ അതിര് മലനിരകൾ നിറഞ്ഞ വനപ്രദേശമാണ്. ഗ്രാമത്തിന്റെ ഏതു ഭാഗത്തു നിന്ന് നോക്കിയാലും ആകാശവിതാനത്തിലേക്ക് ഗർവോടെ തലയെടുത്ത് പിടിച്ചു നിൽക്കുന്ന കുന്നുകൾ കാണാം. സഹ്യാദ്രി സാനുക്കൾ. ഗ്രാമത്തിൽ നിന്ന് റോഡ് മാർഗം അവിടെ എത്തണമെങ്കിൽ 15 മൈലുകൾ താണ്ടണം. അതും ദുർഘടമേറിയ മലമ്പാതകൾ താണ്ടി. അധികം ആൾപ്പാർപ്പില്ലാത്ത ആദിത്യപുരം കുന്നിന്റെ താഴ്വരക്കാടുകൾ സർക്കാർ അധീനതയിലാണ്. മുക്കുറ്റി മുതൽ മഹാഗണി വരെ വളരുന്ന കാട്. കുറെ ആദിവാസി വർഗക്കാർ വനത്തിൽ അവിടെയായി കൊച്ചു കൊച്ചു പടികൾ തീർത്ത് പാർക്കുന്നതൊഴിച്ചാൽ മറ്റുള്ളവരാരും ഇല്ലെന്ന് തന്നെ പറയാം. കള്ളത്തടി വെട്ടുകാരുടെ മഴു ഇനിയും പതിക്കാൻ തുടങ്ങിയിട്ടില്ലാത്ത വനമാണ്. സഹ്യാദ്രിയുടെ അങ്ങേ ചെരുവ് തമിഴ്നാട്. നാട്ടുരാജാക്കന്മാരുടെ ഭരണകാലത്ത് ചെറിയ ചെറിയ സംഘർഷങ്ങളോ യുദ്ധങ്ങളോ ഒക്കെ ഉണ്ടാകാറുള്ളപ്പോൾ, അല്ലെങ്കിൽ തീവെട്ടിക്കൊള്ളക്കാരുടെ ആക്രമണങ്ങൾ ഉണ്ടാകാറുള്ളപ്പോൾ ആദിത്യപുരത്തെ അന്നത്തെ രാജാക്കന്മാർ ഒളിച്ചോടി രക്ഷപ്പെടാറുണ്ടായിരുന്നത് ആദിത്യപുരം വനത്തിനും അപ്പുറത്തെ മലനിരകൾക്കും അപ്പുറത്തെ അയൽ സംസ്ഥാനത്തേക്കായിരുന്നു. പുറം ലോകം വഴി ഒരിക്കലും അതിന് കഴിയില്ലെന്ന് ഉറപ്പുണ്ടായിരുന്ന അക്കാലത്ത് ബുദ്ധിശാലികളായ രാജാക്കന്മാർ ഗ്രാമത്തിന്റെ ഓരോ ഭാഗത്തു നിന്നും ഭൂമിക്കടിയിലൂടെ തുരങ്കങ്ങൾ തീർത്തിരുന്നു. എല്ലാ തുരങ്കങ്ങളും എത്തിച്ചേർന്ന് അവസാനിക്കുക സഹ്യാദ്രിയുടെ പാദങ്ങളിൽ ആയിരുന്നു. ആദിത്യപുരത്തു നിന്ന് അവിടേക്ക് തുരങ്കം വഴി 3 മൈൽ ദൂരത്തിലേറെ ഇല്ല. പ്രധാനമായും രാജകുടുംബക്കാർക്കും ഉന്നത ഉദ്യോഗസ്ഥന്മാർക്കുമാണ് അന്നത്തെ കാലത്ത് പോലും ആ തുരങ്കങ്ങളുടെ ഉപയോഗമുണ്ടായിട്ടുള്ളത്. സനാതനവർമ്മയും ശശിധരവർമ്മയും അമ്മ സരസ്വതിഭായ് തമ്പുരാട്ടിയോടൊപ്പം ആദിത്യപുരം കോവിലകം വിട്ടിറങ്ങേണ്ടി വന്നപ്പോൾ സ്വാഭാവികമായും വാടകയ്ക്ക് പാർക്കാൻ തിരഞ്ഞെടുത്തത് അവരുടെയും 3 തലമുറക്കാർക്ക് മുൻപ് കോവിലകം കാര്യക്കാരായിരുന്ന ഒരാളുടെ വീടായിരുന്നു. ഇടിഞ്ഞു പൊളിഞ്ഞു കിടന്നിരുന്ന ആ വീട് പുതുക്കി അവർ പർണശാലയാക്കുകയായിരുന്നു. താമസം തുടങ്ങിയതിന്റെ ആദ്യ നാളുകളിൽ തന്നെ തറയിൽ നിരത്തിയിരുന്ന ഈട്ടിപ്പലകകൾക്ക് താഴെ ഒരറയുണ്ടെന്ന് ശശിധരവർമ്മ കണ്ടെത്തിയിരുന്നു. അക്രമികളുടെ പടയോട്ടങ്ങൾ നടന്നിരുന്ന അക്കാലത്ത് ഓരോ വീടിന്റെയും പണികൾക്കൊപ്പം ഒരു നിലവറയും പണി തീർക്കുക സാധാരണവുമായിരുന്നു. വീടുകൾ തകർക്കപ്പെട്ടാലും കുറെ പേർ അകപ്പെട്ടാലും ബാക്കിയാവുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും ഏറ്റവും സുരക്ഷിതമായ ഒരഭയ സങ്കേതമായിരുന്നു അത്തരം നിലവറകൾ. ആദ്യം ശശിധരവർമ്മയ്ക്കും സനാതനവർമ്മയ്ക്കും അതിലത്ര അത്ഭുതം തോന്നിയില്ല. അധികം വന്ന കുറെ വീട്ടു സാധനങ്ങൾ സൂക്ഷിക്കാമെന്ന് കരുതി ഒരിക്കൽ ആ നിലവറയൊന്ന് പരിശോധിക്കാൻ ഇറങ്ങിയപ്പോഴാണ് അക്ഷരാർത്ഥത്തിൽ അവർ അതിശയിച്ചു പോയത്. നിലവറയിൽ നിന്ന് 1-2 പേർക്ക് ഒരുമിച്ച് നടന്നു പോകാവുന്ന ഒരു തുരങ്കം. അത്ഭുതം ബാക്കിയാക്കിയിട്ട് കയറിപ്പോരാൻ അവർ ഒരുക്കമായിരുന്നില്ല. ഇരുട്ടിലാണ്ട് കിടന്നിരുന്ന ആ തുരങ്കത്തിലൂടെ അപ്പോൾ തന്നെ ടോർച്ചും തെളിച്ച് ഇരുവരും നടന്നു പരിശോധന ആരംഭിച്ചു. കാലം ജീർണിപ്പിച്ച ആ ഗുഹാവഴിയിൽ എമ്പാടും പെരിച്ചാഴികളും പാമ്പുകളും ഉണ്ടായിരുന്നു. പകൽ നേർത്ത വെളിച്ചം വീണ് കിട്ടാൻ ഗുഹയുടെ മുകളിൽ എവിടെയൊക്കെയോ തീർത്തിട്ടുള്ള കൃത്രിമ ദ്വാരങ്ങളിലൂടെ ഒരു നേർവര പോലെ സൂര്യപ്രകാശം അകത്തേക്ക് വീഴുന്നുണ്ടായിരുന്നു. മുകളിലെ വളപ്പുകളിലൂടെ നടക്കുന്ന ആർക്കും ഒരിക്കലും കണ്ടുപിടിക്കാനാവാത്ത വിധം സൂക്ഷ്മതയോടെയായിരുന്നു ആ പ്രകാശ ഉറവക്കണ്ണുകളുടെ നിർമ്മിതി. മുന്നോട്ട് നടക്കുന്തോറും ഇരുവരുടെയും അത്ഭുതം വളർന്നു. ഗുഹയുടെ അങ്ങേയറ്റം കണ്ടുപിടിച്ചിട്ട് ഇനി മടക്കയാത്രയുള്ളൂ എന്ന് തീരുമാനിച്ചു. പർണശാലയിൽ നിന്ന് എവിടേക്കോ ഉള്ള രഹസ്യമാർഗമാണിതെന്ന് തീർച്ച. പക്ഷേ എങ്ങോട്ട്? അതായിരുന്നു അവർക്കറിയേണ്ടത്. നടന്ന് നാഴികകൾ തന്നെ കടന്നു പോയത് അറിഞ്ഞില്ല. 1.5 നാഴിക ചെന്നപ്പോൾ തുരങ്കം 2 ഭാഗത്തേക്ക് ഒരുപോലെ തിരിയുകയാണ്. ഇടത്തോട്ടുള്ള വഴിയെ ആദ്യം പോകാനാണവർ തീരുമാനിച്ചത്. ആ വഴി ചെന്നെത്തിയത് ആദിത്യപുരം വനത്തിന്റെ താഴ്വരയിൽ, തുരങ്കം ചെന്ന് അവസാനിക്കുന്ന ഒരു പാറക്കെട്ടിൽ. വലിയൊരു പാറ കൊണ്ട് ഗുഹാമുഖം അടച്ചിരിക്കുകയായിരുന്നു. അകത്തുനിന്ന് ബലമായി തള്ളിയാൽ താഴേക്ക് പോകുന്നതിന് പകരം ഒരു വശത്തേക്കാണ് പാറ നീങ്ങുക. ആ പാറ നീക്കി അവർ വന്നെത്തിപ്പെട്ട ഇടം വ്യക്തമായും മനസ്സിലാക്കിയിട്ടേ ഇരുവരും തിരിച്ചു പോയുള്ളൂ. ചുരുങ്ങിയ നേരം കൊണ്ട് വളരെ അകലെയാണ് തങ്ങൾ എത്തപ്പെട്ടിരിക്കുന്നതെന്നും ബോധ്യമായി. ഇരുവരും പരസ്പരം നോക്കി. അത്ഭുതമായിരിക്കുന്നു അല്ലേ ശശിധര? ഇനി മറ്റേ തുരങ്കത്തിന്റെ അറ്റം കൂടി കണ്ടുപിടിച്ചിട്ടേ തിരിച്ചു പോകുന്നുള്ളൂ. അതുകൊണ്ടെന്തെങ്കിലും ഉപകാരമുണ്ടാവുമെന്നെന്റെ മനസ്സ് പറയുന്നു. സനാതനവർമ്മ പറഞ്ഞു.
പണ്ടത്തെ വലിയ രഹസ്യങ്ങളുടെ ബാക്കി പത്രമാണ്. അതുകൊണ്ട് നമുക്കും പ്രയോജനം ലഭിക്കാതിരിക്കില്ല. ഇരുവരും ഗുഹാമുഖം പഴയതുപോലെ അടച്ച് തിരിച്ചു നടന്നു. ഗുഹ തിരിയുന്നിടത്ത് വന്ന് വലതു ഭാഗത്തേക്ക് നടന്നു തുടങ്ങി. വലിയ ഒരു രഹസ്യം കണ്ടെത്താനുള്ള ആവേശം കൂടിയായിരുന്നു അവർക്കപ്പോൾ. ആ ഗുഹയുടെ അന്ത്യം ആദിത്യപുരം കോവിലകത്തിന്റെ ആനക്കൊട്ടിലിന് പിന്നിലാണ് ചെന്നവസാനിച്ചത്. ഇടിഞ്ഞു പൊളിഞ്ഞ് കാടും പടലും പിടിച്ചു കിടന്ന തങ്ങളുടെ സ്വന്തം കൊട്ടാര വളപ്പിൽ തന്നെ. അവിടെയും ഒരു പാറപ്പാളി കൊണ്ട് ഗുഹാമുഖം മറച്ചിരുന്നു. കോവിലകത്തു നിന്ന് പർണശാലയിലേക്കോ വനത്തിന്റെ താഴ്വരയിലേക്കോ എളുപ്പം ചെന്നെത്താനോ രക്ഷപ്പെടാനോ ഉണ്ടാക്കിയ മാർഗമായിരുന്നു അത്. ഇവിടെ ഇങ്ങനെയെന്നുള്ളത് ഇക്കാലം അത്രയും കോവിലകത്ത് പാർത്തിട്ടും നമുക്കാർക്കും കണ്ടെത്താനായില്ലല്ലോ. അത്ഭുതത്തോടെ ശശിധരൻ മന്ത്രിച്ചു. അച്ഛന്റെയോ മുത്തച്ഛന്റെയോ കാലത്ത് പോലും ഇതാരെങ്കിലും ഉപയോഗിച്ചതായി തോന്നുന്നില്ല. നമ്മുടെ ചെറുപ്പകാലത്തല്ലേ കോവിലകത്തെ അവസാനത്തെ ആന കുട്ടിശങ്കരൻ ചെരിഞ്ഞത്. അന്ന് അനാഥമായതല്ലേ ഈ ആനക്കൊട്ടിൽ. ഏതായാലും ഇത് കണ്ടെത്തിയത് നമുക്ക് ലഭിച്ച ഏറ്റവും വലിയ മഹാഭാഗ്യമാണ്. സനാതനന് തുള്ളിച്ചാടാനാണ് തോന്നിയത്. ആനക്കൊട്ടിലിന്റെ അടുത്ത് വളപ്പിലാണ് കോവിലകം. പുറത്താരും അറിയാതെ കോവിലകത്തെത്തി നിധി അന്വേഷിക്കാൻ ഇതിലും പറ്റിയ ഒരു വഴിയില്ല. ഭാഗ്യം തങ്ങളോടൊപ്പമാണെന്ന് ഇരുവർക്കും തോന്നി. തിരിച്ച് പർണശാലയിലെത്തി വിവരം അമ്മയോട് പറഞ്ഞപ്പോൾ തമ്പുരാട്ടിക്ക് അത്ഭുതം. ആ നിധി നിങ്ങൾക്ക് ലഭിക്കണമെന്നായിരിക്കാം അച്ഛന്റെ ആത്മാവിന്റെ അഭിലാഷം. അല്ലെങ്കിൽ മക്കളെ, നിങ്ങൾക്ക് ഈ ഗുഹ കണ്ടെത്തേണ്ടി വരുമായിരുന്നോ? നമുക്ക് ഈ പർണശാല തന്നെ പാർക്കാൻ ലഭിക്കണമായിരുന്നോ? അന്നു മുതൽ ആർക്കും അറിയാത്ത പർണശാലയുടെ മാത്രം രഹസ്യമായി ആ നിലവറയും ഗുഹാവഴിയും. അന്നത് കണ്ടെത്തുകയുണ്ടായെങ്കിലും ഏറ്റവും എളുപ്പം ജീവൻ രക്ഷിക്കാൻ തന്നെ അത് തങ്ങൾക്ക് ഉപകരിക്കേണ്ടി വരുമെന്ന് സ്വപ്നത്തിൽ പോലും നനച്ചതല്ല. തങ്ങൾ മരിക്കാതിരിക്കണമെന്നതും അച്ഛൻ തമ്പുരാന്റെ ആത്മാവിന്റെ ആഗ്രഹമായിരിക്കാം. പർണശാല കത്തി അമരുമ്പോൾ ആദിത്യപുരം വനത്തിന്റെ താഴ്വരയിൽ ആദിവാസികൾ ഉപേക്ഷിച്ചു പോയ ഒരു കൂരയിൽ അഭയം തേടി എത്തിക്കഴിഞ്ഞിരുന്നു അവർ. കത്തി അമർന്ന പർണശാലയുടെ തറയിൽ മണ്ണ് വെട്ടിക്കൂട്ടി ഉടമസ്ഥർ വാഴ കൂട്ടി നട്ട സ്ഥിതിക്ക് ഇനിയൊരിക്കലും ഈ ഭൂമിയിലാരും തങ്ങളെ കണ്ടെത്താനിടയില്ലെന്നായിരുന്നു ശശിധരവർമ്മയുടെയും സനാതനവർമ്മയുടെയും വിശ്വാസം. ആദിത്യപുരംകാർ സാധാരണ ആ വനപ്രദേശത്തേക്കൊന്നും വരാറില്ലാത്തതുകൊണ്ട് തങ്ങൾ ജീവനോടെയുണ്ടെന്ന് ആരും അറിയില്ലെന്നും അവർ കരുതി. കുറെ കാലം ഒളിവിൽ കഴിയാം, വേണ്ട സമയത്ത് പ്രത്യക്ഷപ്പെടാം. പക്ഷേ അനിയനും കൊച്ചനിയനും അത് സമ്മതിച്ചില്ലല്ലോ. മിക്ക ദിവസങ്ങളിലും ഗുഹയിലൂടെ കോവിലകത്തെ ആനക്കൊട്ടിലിന്റെ പിന്നിൽ വന്ന് ഒളിച്ചു നിൽക്കാറുള്ളത് കൊണ്ടാണ് അനിയനെയും കൊച്ചനിയനെയും കണക്കിന് പ്രഹരമേൽപ്പിച്ചു വിടാൻ കഴിഞ്ഞത്. അവന്മാർ തങ്ങളെ തിരിച്ചറിഞ്ഞിട്ടില്ലെന്ന് തീർച്ചയായിരുന്നു. അന്നാണ് മറ്റൊരു സത്യം മനസ്സിലാവുന്നത്. തങ്ങളെ ഒഴിവാക്കിയതിന് പിന്നിൽ അവർ തന്നെ ആയിരുന്നെന്നും അവർക്ക് തനിയെ ആ നിധി എടുക്കാൻ വേണ്ടിയുള്ള നീചപ്രവൃത്തിയായിരുന്നെന്നും. അത് നടക്കാതെ വന്നപ്പോഴല്ലേ ഡൈനാമിറ്റ് വെച്ച് കോവിലകം തകർക്കാൻ അവർ ആലോചിച്ചത്. അന്ന് പ്രത്യക്ഷപ്പെടുകയല്ലാതെ മറ്റു നിവർത്തിയൊന്നും ഉണ്ടായിരുന്നില്ല. ആ നിമിഷം മുതൽ അവർ തങ്ങളെ തെരഞ്ഞു നടപ്പ് തുടങ്ങിയിരിക്കുമെന്ന് തീർച്ചയാണ്. എത്ര തെരഞ്ഞാലും ഇപ്പോഴത്തെ താവളം കണ്ടുപിടിക്കാൻ അവർക്ക് കഴിയില്ലെന്നത് വേറെ കാര്യം. ആദിത്യപുരം കോവിലകത്തെ കൊച്ചു തമ്പുരാക്കൾ ആദിവാസി കുടിലിലാണ് അഭയം തേടിയിരിക്കുന്നതെന്ന് ആർക്കാണ് വിശ്വസിക്കാൻ കഴിയുക? അനിയന്റെയും കൊച്ചനിയന്റെയും നീക്കങ്ങൾ അറിയണം. മാണിക്യമംഗലം മാധവൻ തമ്പിയിലും ഒരു കണ്ണ് വേണം. ഇപ്പോഴിതാ ആ പെണ്ണ്, തിരുമേനി പറഞ്ഞ രേണുകാദേവി, അവൾ ആരാണെന്നും ഒന്നറിയേണ്ടിയിരിക്കുന്നു. ഇന്നലെ വരെ ഈ ആദിത്യപുരത്തില്ലാത്ത ഒരാൾ പുതുതായി വന്ന് താമസം തുടങ്ങണമെങ്കിൽ അതിലെന്തെങ്കിലും കാരണമുണ്ടായിരിക്കണം. പുതുതായി വരുന്ന ഓരോരുത്തരെയും ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. അച്ഛൻ മരിച്ചിട്ട് 12 വർഷവും 12 ദിവസവും 12 നാഴികയും 12 വിനാഴികയും കഴിയുന്ന മുഹൂർത്തത്തിൽ ആ നിധി അർഹതപ്പെട്ടവരുടെ കയ്യിൽ തനിയെ എത്തിപ്പെടുമെന്നാണ് വിധി. ആ ദിവസത്തേക്കിനി 15 നാളുകളേയുള്ളൂ. നിധി കയ്യിലെത്തപ്പെടണമെങ്കിൽ കോവിലകത്തിന്റെ പൈതൃകമായ വലംപിരി ശംഖ് അതർഹതപ്പെട്ടവന്റെ കയ്യിലെത്തണം. സമയമാകുമ്പോൾ അത് തനിയെ വന്നു ചേരുമെന്നാണ് ചൊല്ല്. വലംപിരി ശംഖുമായി കോവിലകത്തിന്റെ തിരുമുറ്റത്ത് അയാൾ കാലുകുത്തുന്ന മുഹൂർത്തത്തിൽ ആദിത്യപുരം കോവിലകത്തിന്റെ പൂമുഖവാതിൽ തനിയെ തുറക്കപ്പെടും. നടന്നു ചെല്ലുന്ന ആ വ്യക്തിക്ക് മുന്നിൽ അകത്തെ ഓരോ വാതിലുകളും സ്വയം തുറക്കുമത്രേ. ഒടുവിൽ നിധിയിരിക്കുന്ന അറയുടെ വാതിലും.
നിധിക്ക് കാവൽ നിൽക്കുന്ന കൃഷ്ണസർപ്പങ്ങൾ അവകാശിയെ ആദരവോടെ സ്വീകരിക്കും. അവ ഒഴിഞ്ഞു വഴിയൊരുക്കും. ധൈര്യപൂർവം അറയിലേക്ക് കയറാം. നിധി പേടകം തൊട്ടു വന്ദിച്ച് അത് സ്വന്തമാക്കാം. വലംപിരി ശംഖിൽ നിന്നുള്ള അത്യപൂർവമായ നാദത്തിന്റെ ബീജികൾ അലൗകികമായി കോവിലകമപ്പാടെ മുഴങ്ങിക്കൊണ്ടിരിക്കും. അപ്പോൾ അവകാശിയെ തിരിച്ചറിയുന്ന കോവിലകം ആത്മഹർഷത്തോടെ നിൽക്കും നിധിയോടൊപ്പം. ആ നിമിഷം മുതൽ ആ വ്യക്തിക്ക് കോവിലകവും സ്വന്തമാവുകയാണ്. അന്നു മുതൽ ആദിത്യപുരം കോവിലകത്തിന് നാഥനുണ്ടാവുകയാണ്. ഇടയ്ക്ക് മുറിഞ്ഞുപോയ പൈതൃകം അന്നു മുതൽ പുനർജനിക്കുകയാണ്. ആ ദിവസത്തേക്കിനി 15 നാളുകൾ മാത്രം. 16-ാം പുലരി ഉദിച്ച് 12 നാഴികയും 6 വിനാഴികയും കഴിയുന്ന മുഹൂർത്തത്തിൽ കോവിലകത്തെത്തുന്ന ആ ഭാഗ്യവാനാരായിരിക്കും? ശശിധരവർമ്മയും സനാതനവർമ്മയും ആലോചിച്ചു. അനിയനും കൊച്ചനിയനും ആലോചിച്ചതും അതായിരുന്നു. മാണിക്യമംഗലം മാധവൻ തമ്പിയും ആ ദിവസത്തെ പ്രത്യേകത അറിഞ്ഞിരിക്കുന്നു. അനിയൻ തമ്പുരാനും കൊച്ചനിയനും ഞെട്ടിത്തെറിച്ചു പോയത് ഏകകാലത്താണ്. ഒരു വിജിഗീഷുവിനെ പോലെ മുന്നിൽ വന്നു നിൽക്കുന്ന കാലൻ ഗോവിന്ദന്റെ മുഖത്തേക്ക് തന്നെ നിമിഷങ്ങളോളം നിശ്ചലരായി നോക്കി നിൽക്കാനേ അവർക്കായുള്ളൂ. അതേ തമ്പുരാക്കന്മാരെ, അടിയന് കിട്ടിയ അടി ജീവിതത്തിൽ ഒരിക്കലും മറക്കുന്നവനല്ല ഈ ഗോവിന്ദൻ. അടിയേൽപ്പിച്ചതാരായാലും അത് കണ്ടുപിടിക്കണമെന്നത് അടിയന്റെ ഒരു വാശിയുമായിരുന്നു. അത് മാത്രമായിരുന്നെങ്കിലും വേണ്ടില്ലായിരുന്നു. അന്ന് ഇവിടെ നിന്ന് പോയ പോക്കിൽ വഴിയിൽ വെച്ചും എന്നെ ആ ഭയങ്കര രൂപി ഭയപ്പെടുത്തി. വീട്ടിൽ ചെന്ന് കിടന്ന അടിയൻ 4 ദിവസം കഴിഞ്ഞേ തലപൊക്കിയുള്ളൂ. കടുത്ത പനി. ജീവിതത്തിൽ ഒരിക്കൽ പോലും അടിയൻ ഇത്രയും ഭയപ്പെട്ടില്ലെന്നും കരുതിക്കോ. അനിയനും കൊച്ചനിയനും അവന്റെ വാക്കുകൾക്ക് കാതോർക്കുകയായിരുന്നു. പനി വിട്ടെഴുന്നേറ്റ ഉടനെ അടിയൻ ചെയ്തത് തമ്പറക്കളെയും അടിയനെയും ഭയപ്പെടുത്തിയ ആ മാരണത്തെ പറഞ്ഞയച്ചത് ആരാണെന്നറിയാനുള്ള കർമ്മങ്ങളായിരുന്നു. അത് ഞാൻ കണ്ടെത്തുക തന്നെ ചെയ്തു. ആരാ അത് ചെയ്തത്? ആളാരാണെന്ന് വേഗം പറ. കൊച്ചനിയന് തിടുക്കമായി. ഒരു പെണ്ണാണ്. ഉഗ്രമായ മാന്ത്രിക ശക്തിയുള്ള ഒരു സ്ത്രീ. അവരാരാണെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും വടക്ക് ദിശയിൽ പാർക്കുന്നവരാണെന്ന് അറിയാൻ കഴിഞ്ഞു. മഷിനോട്ടമൊന്നും അടിയനും വശമില്ലാത്തതുകൊണ്ട് ആളിന്റെ രൂപം തിരിച്ചറിയാൻ ബുദ്ധിമുട്ടാണ്. എങ്കിലും ഊഹം വെച്ച് തമ്പ്രാക്കളൊന്ന് അന്വേഷിച്ചാൽ ആളെ കയ്യോടെ പിടികൂടാൻ കഴിഞ്ഞേക്കും. അനിയന്റെ നെറ്റിയിൽ സംശയത്തിന്റെ ചുളിവുകൾ. ആദിത്യപുരത്തിന്റെ വടക്ക് ഭാഗത്ത് പാർക്കുന്ന മാന്ത്രിക വിദ്യകൾ അറിയാവുന്ന ഒരു സ്ത്രീ. ആരായിരിക്കും അത്? ഈ ഗ്രാമത്തിൽ മറ്റൊരു മാന്ത്രികനുണ്ടെന്ന് പോലും തങ്ങൾക്കറിവില്ല. പിന്നെയല്ലേ ഇത്? ഇരുവരും പരസ്പരം നോക്കി. കൂടുതൽ എന്തെങ്കിലും പറയാൻ കഴിയുമോ ഗോവിന്ദ? എന്തെങ്കിലുമൊക്കെ ലക്ഷണം? കൊച്ചനിയൻ വീണ്ടും ചോദിച്ചു. അതറിഞ്ഞിരുന്നെങ്കിൽ അറിയാവുന്നതുപോലെ ഒരെണ്ണം അങ്ങോട്ടും പറഞ്ഞയച്ചിട്ടല്ലേ അടിയൻ വിവരം തന്നെ പറയൂ. ഭയപ്പെടുത്താൻ പറ്റിയ മൂർത്തികൾ അടിയന്റെ വരുതിയിലുമുണ്ട്. ഏകദേശം ലക്ഷ്യം മാത്രം വെച്ചുകൊണ്ട് അവരെ പറഞ്ഞയക്കാൻ പാടില്ല. കൃത്യമായി അറിഞ്ഞാലേ എന്തെങ്കിലും പറ്റൂ. ആളാരാണെന്ന് കണ്ടുപിടിച്ചു തരൂ. ബാക്കി അറിവുള്ളതുപോലെ അടിയൻ ശ്രമിക്കാം. കാലൻ ഗോവിന്ദൻ വല്ലാത്ത ഒരു തരം വാശിയിലായിരുന്നു. അതവർക്ക് വിശ്വാസമാവുകയും ചെയ്തു. ശരി, ഞങ്ങളൊന്ന് ശ്രമിക്കട്ടെ. അനുകൂലമായ എന്തെങ്കിലും വിവരം ലഭിച്ചാൽ അപ്പോൾ തന്നെ അത് ഗോവിന്ദനെ അറിയിക്കാൻ ഏർപ്പാട് ചെയ്യാം. സ്വന്തം നിലയിൽ ഗോവിന്ദനും ഒന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കണം. അത് പിന്നെ പ്രത്യേകിച്ച് പറയണോ തമ്പുരാനെ? അന്ന് ഇവിടുത്തെ പൂജാമുറിയിൽ തെറിച്ചു വീണപ്പോൾ ചതഞ്ഞ തല ഇപ്പോഴും വേദനിച്ചു കൊണ്ടാണിരിക്കുന്നത്. ആ തലവേദന തീർത്തും പോകണമെങ്കിൽ എന്റെ മൂർത്തി തിരിച്ചൊരെണ്ണം കൊടുക്കണം. അടിയനത് സാധിക്കുക തന്നെ ചെയ്യും. എത്ര വലിയ കഴിവുകളുള്ള ആളായാലും ഒരടി ഏൽപ്പിക്കാനൊക്കെ തീർച്ചയായും അടിയനും കഴിയും. ഞങ്ങളിതാ ഇപ്പോൾ തന്നെ ആളെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ ആരംഭിക്കുകയാണ്. ഗോവിന്ദൻ പൊയ്ക്കോളൂ. തങ്ങളെ ഭയപ്പെടുത്താൻ ഏതോ ഒരു ഉപാസനാമൂർത്തിയെ പറഞ്ഞയക്കാൻ ഒരുമ്പെട്ട ഒരു പെണ്ണ് അഥവാ ഈ നാട്ടിലല്ല, ഈ ലോകത്തെവിടെയായാലും കണ്ടെത്തുക തന്നെ ചെയ്യും. എങ്കിലും ഒരാശങ്ക അവർക്ക് ബാക്കിയാവുന്നു. അങ്ങനെയൊരു പെണ്ണിന് തങ്ങളോട് ശത്രുതയുണ്ടായിട്ടെന്ത് കാര്യം? ഈ ലോകത്തൊരു പെണ്ണിനെയും ഒരു വിധത്തിലും ചതിച്ചിട്ടുള്ള ചരിത്രം തങ്ങൾക്കില്ല. അച്ഛൻ തമ്പുരാനെ പോലെ സ്ത്രീ വിഷയത്തിൽ താല്പര്യമുള്ള കൂട്ടത്തിലുമല്ല. അച്ഛൻ തമ്പുരാൻ പോലും ആരെയും ചതിച്ചിട്ടില്ലെന്ന് തീർച്ചയാണ്. ആഗ്രഹിച്ചത് സ്വന്തമാക്കുമ്പോഴും അവസാനം വരെ അവരെ സംരക്ഷിക്കാൻ തയ്യാറായവനാണ് അച്ഛൻ തമ്പുരാൻ. ആ വകുപ്പിലും തങ്ങൾക്കെതിരെ തിരിയാൻ ശത്രുതയൊന്നും ബാക്കിയില്ല. ശശിധരനോ സനാതനനോ വല്ല വേണ്ടായികയും കാണിച്ചു വെച്ചിട്ടുണ്ടോ? അത് തങ്ങളാണെന്ന് തെറ്റിദ്ധരിച്ചായിരിക്കുമോ തങ്ങൾക്കെതിരെ ആക്രമണം?
അവന്മാർ തങ്ങളെപ്പോലെയല്ല. ഇത്തിരി പ്രേമലോലുപമായ മനസ്സാണ് ഇരുവർക്കും. കോവിലകത്തെ തമ്പുരാക്കന്മാരെന്ന് പറഞ്ഞ് വല്ല കാര്യസാധ്യവും നടത്തിയിട്ട് തടി തപ്പിയതായിരിക്കുമോ? അതിന്റെ ഫലം തങ്ങളെ തേടി വന്നതായിരിക്കുമോ? ഒന്നും അങ്ങോട്ട് തീരുമാനിച്ചുറപ്പിക്കാൻ കഴിയുന്നില്ല. ആലോചിച്ചാൽ ഏതിനും സാധ്യതയുണ്ട്, പക്ഷേ സാധ്യതയേ ഉള്ളൂ. ഏതായാലും അത്രയും കണ്ടെത്താനെങ്കിലും ഗോവിന്ദനെ കൊണ്ട് സാധിച്ചല്ലോ. ഉദ്ദേശിച്ചതുപോലെ വെറും ഒടങ്കൊല്ലി മാന്ത്രികനല്ല അവൻ. ആളിനെ കണ്ടെത്തിക്കൊടുത്താൽ അവനും അവനെ കൊണ്ടാവുന്നത് ചെയ്തുകൊള്ളും. തങ്ങളാൽ കഴിയുന്നത് തങ്ങൾക്കുമാകാം. പലതുള്ളി പെരുവെള്ളമാകും. ഒരു തുള്ളിയാണെന്ന് കരുതി അവഗണിക്കാൻ പാടില്ല. ഒരു തുള്ളിയാണ് കടലായി വളരുന്നത്. എങ്ങനെയും ആ സ്ത്രീ ഏതാണെന്ന് കണ്ടുപിടിക്കുക തന്നെ. ഇരുവരും അപ്പോൾ തന്നെ ഒരുങ്ങിയിറങ്ങി. ഒന്നാലോചിച്ച് തീരുമാനിച്ചാൽ അത് സാധിക്കാതെ പിന്തിരിയാത്ത മനസ്സാണിപ്പോഴും ഇരുവർക്കും. പലപ്പോഴും പാളിച്ചകൾ പറ്റുമെങ്കിലും ശ്രമിക്കാതിരിക്കില്ല. പുഷ്പമംഗലം കോവിലകത്തു നിന്ന് ഇരുവരും പുറത്തേക്കിറങ്ങിയ നേരത്ത് തന്നെയാണ് ആദിത്യപുരത്തെ ഒരു പോസ്റ്റ്മാൻ എതിരെ വരുന്നത്. കൊച്ചനിയനാണ് ആ ബുദ്ധി പെട്ടെന്ന് തോന്നിയത്. ഗ്രാമത്തിൽ പുതുതായി ആരെങ്കിലും വന്നിട്ടുണ്ടോ എന്ന് അന്വേഷിക്കാൻ ഇതിലും നല്ല മാർഗമേതുണ്ട്? അവർ പോസ്റ്റ്മാനെ പിടിച്ചു നിർത്തി ചോദിച്ചു. തന്റെ ഏരിയയിൽ ആദിത്യപുരത്തിന്റെ വടക്ക് ഭാഗം വരുന്നില്ലെന്ന് പോസ്റ്റ്മാൻ കൈമലർത്തി. എങ്കിലും നാളെ തന്നെ തിരക്കി വിവരം പറയാമെന്ന് അറിയിച്ചു. 4-5 ദിവസം പാർക്കാൻ വന്ന ഒരാളല്ലെങ്കിൽ തീർച്ചയായും മേൽവിലാസം ഉണ്ടാകണമല്ലോ. മേൽവിലാസം കിട്ടുന്നത് ആളിനെ കിട്ടും പോലെ തന്നെ. അയാൾ നടക്കുന്നതിനിടയിൽ പറഞ്ഞു. അനിയൻ തമ്പുരാനും പക്ഷേ പിറ്റേന്ന് വരെ കാക്കാനുള്ള ക്ഷമയുണ്ടായിരുന്നില്ല. എന്തിനാ ഒരു ദിവസം കൂടി വെറുതെ കളയുന്നത്? പോസ്റ്റ് ഓഫീസിലേക്ക് ചെന്നാൽ ഇപ്പോൾ തന്നെ വിവരം അറിയാമല്ലോ. അതാ അതിന്റെ ഒരു ശരി. കൊച്ചനിയൻ ജ്യേഷ്ഠനെ പിന്താങ്ങി. ഇരുവരും നടന്നു തുടങ്ങി. നല്ല ഈണമുള്ള ശബ്ദം, ഒപ്പം മരപ്പലകയിൽ വീഴുന്ന താളം, ചിലങ്കയ്ക്ക് പകരം വെള്ളിക്കൊലുസുകളുടെ കിലുകിലുക്കം. സനാതനവർമ്മയും ശശിധരവർമ്മയും ആ ഈണവും താളവും ശ്രദ്ധിച്ചു. പിന്നെ മുറ്റത്ത് മതിലിനോട് ചേർന്ന് നിൽക്കുന്ന ബോർഡിലേക്ക് മിഴികൾ നീണ്ടു ചെന്നു. നൃത്തമണ്ഡപം. ബോർഡിന് ചുവട്ടിൽ രേണുകാദേവിയുടെ പേരുമുണ്ട്. നേരെ അങ്ങോട്ട് കയറി ചെല്ലണോ അതോ നാരായണക്കുറുപ്പിനെ കണ്ടിട്ട് മതിയോ? ശശിധരൻ സംശയിച്ചു. കുറുപ്പ് ചേട്ടനെ കണ്ടിട്ട് മതി. ആളിനെക്കുറിച്ച് വ്യക്തമായൊരു ധാരണയുണ്ടായിട്ട് പരിചയപ്പെടാൻ ചെല്ലുന്നതല്ലേ ഭംഗി. അതറിഞ്ഞ് പെരുമാറാനും കഴിയുമല്ലോ. സനാതനവർമ്മയ്ക്ക് അക്കാര്യത്തിൽ സംശയമേ ഇല്ലായിരുന്നു. പടിപ്പുര കയറി വീട്ടിലേക്ക് കടന്നു വരുന്ന അതിഥികളെ കണ്ടപ്പോൾ നാരായണക്കുറുപ്പിന്റെ മുഖം ഒരു നിമിഷം വല്ലാതായെന്ന് തോന്നി. ശശിധരനോ സനാതനനോ അത് കണ്ടില്ല. ഞൊടിയിട കൊണ്ട് മുഖത്തെ ഭാവമാറ്റം മാഞ്ഞു. പകരം താല്പര്യമുള്ളവരെ കണ്ട ആഹ്ലാദ ചിരിയോടെ ഉമ്മറത്തെ ചാരു കസേരയിൽ നിന്ന് അദ്ദേഹം എണീറ്റു. അല്ല, ഇതാരാ? വരണം വരണം. തമ്പുരാക്കന്മാരെ ഉമ്മറത്തെ ചൂരൽ കസേരയിലേക്ക് ക്ഷണിച്ചുകൊണ്ട് നാരായണക്കുറുപ്പ് നല്ലൊരു ആതിഥേയനായി. ഇവിടെ അടുത്തുവരെ ഒന്ന് വരേണ്ട കാര്യമുണ്ടായിരുന്നു കുറുപ്പേട്ട. കൂട്ടത്തിൽ കുറുപ്പേട്ടനെ കൂടി കണ്ടിട്ട് പോകാമെന്ന് കരുതി. കണ്ടിട്ടും ഒരുപാടായല്ലോ. സനാതനവർമ്മ പറഞ്ഞു. നന്നായി, വളരെ നന്നായി. ഞാൻ നിങ്ങളെക്കുറിച്ചൊക്കെ ഇടയ്ക്കെങ്കിലും ആലോചിക്കാറുണ്ട്. കോവിലകത്തിന് മുന്നിലൂടെ പോകുമ്പോഴൊക്കെ. അല്ലെങ്കിൽ പിന്നെ എന്താണ് ഓർമ്മ വരിക? അത്ര വേഗം എനിക്ക് മറക്കാൻ പറ്റുമോ ആദിത്യപുരം കോവിലകം? ഈ ശരീരത്തിന്റെ ഒരു ഭാഗം അവിടുത്തെ ചോറ് തന്നെയാണല്ലോ. കുറുപ്പ് മനസ്സിൽ തട്ടിയാണത് പറഞ്ഞത്. ആദിത്യവർമ്മയുടെ അവസാന കാലത്ത് കോവിലകത്തെ ഒരു ജീവനക്കാരനായിരുന്നു കുറുപ്പ്. 4 വർഷത്തിനപ്പുറം ആ ജോലിയിൽ തുടരാൻ കഴിഞ്ഞില്ല. ആ ഇടയ്ക്കായിരുന്നല്ലോ പ്രശ്നങ്ങളുടെ ഘോഷയാത്ര കോവിലകത്ത് ആരംഭിച്ചത്. അതേ തുടർന്ന് എന്തൊക്കെയാണ് ഉണ്ടായത്? ആദിത്യവർമ്മയുടെ മരണം, ഭാര്യമാരുടെയും മക്കളുടെയും വീടുമാറ്റം, അങ്ങനെ ദുരന്തങ്ങളുടെ ഒരു നിര തന്നെ. ഒന്നും മറക്കാൻ പറ്റുന്നതല്ല, മറിച്ച് ഓർക്കാനുള്ളതും ഉണ്ട് താനും. അനിയനെക്കുറിച്ചും കൊച്ചനിയനെക്കുറിച്ചും കേൾക്കുമ്പോൾ, സനാതനവർമ്മയെയും ശശിധരനെയും കുറിച്ചറിയുമ്പോൾ, കോവിലകത്തിന്റെ മുന്നിലെ അപകട മരണങ്ങൾക്ക് സാക്ഷിയാവുമ്പോൾ, അങ്ങയുടെ ഒരു ചെറിയ സഹായം കൂടി അഭ്യർത്ഥിച്ചു കൊണ്ടാണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. ഒരാളെക്കുറിച്ച് ചില കാര്യങ്ങൾ അറിയണം. വെറുതെ ഒന്നറിയാൻ മാത്രമാണ്. എന്താണാവോ? കുറുപ്പിന്റെ നെറ്റിയിൽ സംശയത്തിന്റെ ചുളിവ്. അദ്ദേഹം ഇരുവരെയും കാര്യമായി ശ്രദ്ധിച്ചു. ഇവർ രണ്ടുപേരും അപകടകാരികളല്ലാത്തത് കൊണ്ട് അവരുടെ ഉദ്ദേശശുദ്ധി വിശ്വസിക്കാം.
മറ്റവരെ പോലെയല്ല. അവരായിരുന്നെങ്കിൽ കയറി വരുമ്പോൾ തന്നെ സംശയിക്കണം. ഒരച്ഛന്റെ മക്കളാണെങ്കിലും തമ്മിലുള്ള അന്തരം അത്ര വളരെയാണ്. ഇരുളും വെളിച്ചവും പോലെയാണ്. പഴയതുപോലെ എല്ലാവരും ഒരുമിച്ച് ആദിത്യപുരം കോവിലകത്ത് പാർക്കുന്നത് കണ്ടിട്ട് കണ്ണടയ്ക്കാൻ പറ്റുമോ തനിക്ക്? ആവോ, കണ്ടറിയണം. വയസ്സ് 80-നടുത്തായി നാരായണക്കുറുപ്പിന്. കണ്ടാൽ ഒരു 70-ലപ്പുറം പറയില്ലെങ്കിലും ചിട്ടയായ ജീവിതം നൽകിയ സൗഭാഗ്യമാണത്. എവിടെ തുടങ്ങണം, എങ്ങനെ തുടങ്ങണമെന്ന് ആലോചിക്കുകയായിരുന്നു ശശിധര വർമ്മ. അത് ചോദിച്ചാൽ അദ്ദേഹം തെറ്റിദ്ധരിക്കുമോ എന്ന സംശയം ഇപ്പോഴുമുണ്ട്. അദ്ദേഹമല്ലാതെ ഈ വിഷയം ചോദിക്കാൻ മറ്റാരുമൊട്ടില്ലതാനും. കുറുപ്പേട്ടൻ തെറ്റിദ്ധരിക്കരുത്, ഞങ്ങളെ അവിശ്വസിക്കുകയുമരുത്. കുറുപ്പേട്ടന്റെ വീട് തന്നെയാണല്ലോ അപ്പുറത്തേതും. അവിടെ പുതിയ താമസക്കാരി വന്നെന്നറിഞ്ഞു. അവരെ അപ്രതീക്ഷിതമായി ഒന്ന് കാണാനും ഇടയായി. അപ്പോൾ തുടങ്ങിയ സംശയമാണ്. ആരാ കുറുപ്പേട്ട ആ യുവതി? എവിടെ നിന്ന് വന്നവരാണ്? ശശിധരൻ സങ്കോചത്തോടെയാണ് ചോദിച്ചത്. കുറുപ്പ് ഒരു നിമിഷം സ്തബ്ധനായി. അദ്ദേഹം അസ്വസ്ഥതയോടെ നെറ്റിയിലൊന്ന് തടവി. ഒരു നിമിഷം എന്തോ ആലോചിച്ചു നിന്നിട്ട് മറുപടി പറയാൻ തുടങ്ങുമ്പോഴായിരുന്നു അകലെ നിന്നൊരു ടാക്സിക്കാർ ആവോളം വേഗതയിൽ വന്ന് നൃത്തമണ്ഡപത്തിന് മുന്നിൽ നിന്നത്. കാർ നിന്നപാടെ പിൻവശത്തെ ഡോർ തുറന്ന് അനിയനും കൊച്ചനിയനും ചാടിയിറങ്ങി. ആ കാഴ്ച കുറുപ്പിനെ ഒന്ന് നടുക്കി. ശശിധരനും സനാതനനും വല്ലാതെയായി. ഇതുപോലെ ഒരു നിരാശ ഉണ്ടാവാനില്ല. അതും തന്റെ സമയദോഷത്തിന്റെ ഫലമായിരിക്കാം. അസ്വസ്ഥതയോടെ തന്റെ മുറിയിൽ ഉലാത്തുമ്പോൾ വിജയഭാസ്കർ വീണ്ടും വീണ്ടും ആലോചിച്ചു. തന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം ഇങ്ങനെ ആയിപ്പോയല്ലോ. ജീവിതം ആരംഭിക്കാൻ തുടങ്ങും മുൻപേ പ്രിയപ്പെട്ടവളെ വിധി തട്ടിയെടുത്തു. വൈകി കിട്ടിയ ജോലി പൂർത്തിയാക്കാൻ കഴിയാതെ പിരിഞ്ഞു പോരേണ്ടി വന്നു. അനിതയുടെ ഘാതകർ കൺമുന്നിൽ നിന്ന് രക്ഷപ്പെട്ടു. ഒക്കെ തൊട്ടില്ല എന്ന അവസ്ഥയിലെത്തിയതിന് ശേഷം. എങ്കിലും അതിനൊക്കെ മേലെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു നേർത്ത ആഹ്ലാദത്തിന്റെ അലകളം ഉയർന്നു. താൻ അന്വേഷിച്ചു വന്നത് വെറുതെയാകുമെന്ന് തോന്നുന്നില്ല. അവർ ഈ നഗരത്തിൽ തന്നെയുണ്ട്. തനിക്ക് തെല്ലും തെറ്റിയിട്ടില്ല. അന്ന് ബാംഗ്ലൂരിൽ വന്ന് അനിതയെ തട്ടിക്കൊണ്ടു പോന്നവർ തന്നെയാണ്. അതേ വെളുത്ത മാരുതി വാൻ. ഒരു നിമിഷത്തിന്റെ വ്യത്യാസത്തിലാണ് അവർ രക്ഷപ്പെട്ട് കളഞ്ഞത്. ഇതവരുടെ ഒരു പതിവ് കേന്ദ്രമായിരിക്കണം. അങ്ങനെയെങ്കിൽ അവർ ഇനിയും ഇവിടെ വരാതിരിക്കില്ല. അതിനു മുൻപ് തനിക്ക് മറ്റു ചിലത് കൂടി ചെയ്തു തീർക്കാനുണ്ട്. ഇനി മുന്നിൽ പെട്ടാൽ ആ നിമിഷം അവർ പിടിയിലാകണം. രക്ഷപ്പെടാനൊരു പഴുതുപോലും ബാക്കി വയ്ക്കാൻ പാടില്ല. വിജയഭാസ്കർ ഉലാത്ത് അവസാനിപ്പിച്ചു. എന്തോ ആലോചിച്ച് ഒരു നിമിഷം നിന്നു. പിന്നെ വേഗം ഡ്രസ്സ് ചെയ്യാൻ തുടങ്ങാൻ ഒരു സൂചന ലഭിച്ചിരിക്കുന്നു. ഇതുവരെ അതായിരുന്നല്ലോ ശങ്ക. എവിടെ തുടങ്ങണം, എങ്ങനെ തുടങ്ങണമെന്നൊരു രൂപമില്ലായ്മ. ഇപ്പോഴത് മാറി. മുന്നിൽ തനിയെ തെളിഞ്ഞു വന്നതുപോലെ ആയിരിക്കുന്നു. വിജയഭാസ്കറിന്റെ ചലനങ്ങളിൽ ഉന്മേഷകരമായ ഒരു തിടുക്കമുണ്ടായി. അയാൾ സ്യൂട്ട് കേസ് തുറന്നു. ചില കടലാസുകൾ, അനിതയുടെ ഫോട്ടോകൾ, വിവാഹ ഫോട്ടോയും ഉണ്ടായിരുന്നു. ഒക്കെ പൊതിഞ്ഞെടുത്തു. എല്ലാം പോക്കറ്റിൽ തിരുകി. കബോർഡിൽ നിറഞ്ഞ കുപ്പി ഇരിക്കുന്നു. ആ നേരത്ത് അതിനു നേരെ ഒന്ന് നോക്കാൻ പോലും അയാൾക്ക് താല്പര്യം തോന്നിയില്ല. മുറി പൂട്ടി അയാൾ ധൃതിയിൽ ഹോട്ടലിന് പുറത്ത് കടന്നു. അനിയനും കൊച്ചനിയനും. ശശിധര വർമ്മയുടെയും സനാതന വർമ്മയുടെയും മുഖം വിളറി. അത് നാരായണക്കുറുപ്പ് കാണുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ മുഖവും ഒരു നിമിഷം വല്ലാതായി. അനിയൻ ഗ്രൂപ്പിന്റെ ആ നേരത്തുള്ള അസാധാരണമായ വരവിൽ അദ്ദേഹം അപകടം മണത്തു. അവർ നൃത്തമണ്ഡപത്തിലേക്ക് കയറുകയാണ്. ജുബ്ബ കൈകൾ തെറുത്തു കയറ്റി എന്തിനും തയ്യാറെടുത്തുന്ന മട്ടിൽ അനിയന്റെയും കൊച്ചനിയന്റെയും ആ നിൽപ്പും ഭാവവും ആര് കണ്ടാലും ഒരു നിമിഷം പതറുമെന്ന് തീർച്ചയാണ്. ശശിധരനും സനാതനനും തമ്മിൽ നോക്കി. പിന്നെ ഇരുവരും കുറുപ്പിന്റെ നേരെയും. നിങ്ങളെവിടെ ഇരിക്കി, ഞാനെന്നോ നോക്കിയിട്ട് വരാം. രണ്ടാം മുണ്ടായി ഉപയോഗിക്കുന്ന തോർത്തും കുടഞ്ഞ് തോളിലിട്ട് നാരായണക്കുറുപ്പ് മുറ്റത്തേക്കിറങ്ങി. ഇരുവരും ഇങ്ങേപ്പുറത്തേക്കൊന്ന് നോക്കുക പോലും ചെയ്തിട്ടില്ലെന്ന് കുറുപ്പിനറിയാമായിരുന്നു. ശശിധരനെയും സനാതനനെയും കാണുകയും ചെയ്തിട്ടില്ല. അതൊരു കണക്കിന് നന്നായി. ഇരുവരും അവരും തമ്മിലുള്ള ആ പൊരുത്തക്കേടിന് ഇതിലും വലിയൊരു തെളിവില്ല. തന്നെ അവർക്കറിയാം, വീടും അറിയാം. താൻ കൊടുത്ത വീട്ടിലാണ് നൃത്തമണ്ഡപം തുടങ്ങിയിരിക്കുന്നതെന്ന് അറിയാമല്ലോ. എന്നിട്ടും തന്നെയൊന്ന് കാണാതെ, ഒരു വാക്ക് ചോദിക്കാതെ
വെറുതെയല്ല അവന്മാർ ഗുണം പിടിക്കാതെ പോകുന്നത്. കുറുപ്പിന് അനിയന്റെയും കൊച്ചനിയന്റെയും ആ നടപടി തീരെ ഇഷ്ടപ്പെട്ടില്ല. ഇവർക്ക് മനുഷ്യരുടെ മനസ്സറിഞ്ഞ് പെരുമാറാൻ അറിയാം, അവർക്ക് അതറിയില്ല. അവിടെയാണ് കുഴപ്പം. നൃത്തമണ്ഡപത്തിന്റെ അടുത്ത് കിടന്ന മുഖവാതിലിന് മുന്നിൽ കോളിംഗ് ബെല്ലമർത്തി കാത്തുനിൽക്കുകയാണ് കൊച്ചനിയൻ. അനിയൻ തൊട്ടു താഴെ. അകത്ത് ഗാനം നിലച്ചു, താളം നിലച്ചു. രേണുക വാതിൽ തുറന്നു. മുന്നിൽ നിൽക്കുന്ന തമ്പുരാക്കന്മാരെ കണ്ട് അവൾ ചിരിച്ചു. യാതൊരു അപരിചിതത്വവും മുഖത്തുണ്ടായിരുന്നില്ല. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനോ പറയാനോ കഴിയും മുൻപേ നാരായണക്കുറുപ്പും ആ മുറ്റത്തേക്ക് വന്നു. അദ്ദേഹത്തിന്റെ ആ നേരത്തുള്ള വരവിൽ അതൃപ്തിയുണ്ടായതുപോലെ അനിയന്റെയും കൊച്ചനിയന്റെയും മുഖമൊന്ന് മങ്ങി. എങ്കിലും അദ്ദേഹത്തിന്റെ നേരെ ബന്ധപ്പെട്ടെന്ന് ചിരിക്കാൻ അവർ ശ്രമിച്ചു. ഇവിടെയൊന്ന് കയറിയിട്ട് അങ്ങോട്ട് വരാമെന്ന് കരുതിയിരിക്കുകയായിരുന്നു കുറുപ്പേ. ഇതും നിങ്ങളുടെ വീട് തന്നെയാണല്ലോ, അനിയൻ പറയുന്നു. അച്ഛനേക്കാൾ പ്രായമുള്ള ഒരാളെ അനിയൻ പേര് വിളിച്ചത് കേട്ട് രേണുകയ്ക്കാണ് നൊന്തത്. കുറുപ്പ് ഇരുവരും കാണാതെ സാരമില്ലെന്ന് രേണുകയെ കണ്ണടച്ച് കാട്ടി. വരൂ തമ്പുരാക്കന്മാരെ, കുറുപ്പമാവനും വരൂ. വാതിൽ പാളികൾ മുഴുവൻ തുറന്നുകൊണ്ട് രേണുക ആതിഥേയയായി. മൂവരും മുറിയിലേക്ക് കയറി. നൃത്ത വിദ്യാർത്ഥികളെ രേണുക പറഞ്ഞയച്ചു. ഞങ്ങളെ ഇതിനു മുൻപ് അറിയാമോ? കൊച്ചനിയൻ നേരത്തെ അവൾ ചോദിച്ചത് തന്നെ ആലോചിച്ചുകൊണ്ടാണ് ചോദിച്ചത്. ആദ്യം കാണുന്ന ആളോട് ഒരു അപരിചിതത്വവും അവൾ കാണിച്ചിരുന്നില്ലെന്നതും അയാൾ ശ്രദ്ധിച്ചിരിക്കുന്നു. അറിയുമോന്നോ? നല്ല കഥ. ഈ നാട്ടിൽ വന്ന് താമസിക്കാൻ ഉദ്ദേശിച്ചപ്പോൾ തന്നെ ഇവിടുത്തെ പ്രമുഖരെക്കുറിച്ച് ഞാൻ തിരക്കിയിരുന്നു. ഇല്ലേ കുറുപ്പമാവ? ഞാൻ നിങ്ങളെയൊക്കെ അങ്ങോട്ട് വന്ന് കാണാനിരിക്കുകയുമായിരുന്നു. തിരക്കിട്ട് ഇത് തുടങ്ങേണ്ടി വന്നതുകൊണ്ട് കഴിയാതെ പോയതാണ്, ക്ഷമിക്കുക. രേണുകയുടെ സംസാരം ഇരുവരിലും മതിപ്പുണ്ടാക്കി. ഇവളെ കണ്ടിട്ട് കാലൻ ഗോവിന്ദൻ പറഞ്ഞ യാതൊരു ലക്ഷണവും ഇണങ്ങുന്നില്ലല്ലോ എന്ന് ഇരുവരും കുണ്ഠിതപ്പെട്ടു. ആദ്യം വരികയല്ലേ തമ്പുരാക്കന്മാർ, എന്റെ വക ഓരോ ഗ്ലാസ് കാപ്പിയെങ്കിലും കുടിച്ചിട്ടേ പോകാവൂ. ഞാനിതാ ഇപ്പോ കൊണ്ടുവരാം. രേണുക കുറുപ്പിന് നേരെ ഒന്ന് നോക്കിയിട്ട് അകത്തേക്ക് പോയി. അദ്ദേഹത്തിന് അതിന്റെ അർത്ഥം മനസ്സിലാവുകയും ചെയ്തു. രേണുക അകത്തേക്ക് മറഞ്ഞു കഴിഞ്ഞപ്പോൾ കൊച്ചനിയൻ കുറുപ്പിന് നേരെ തിരിഞ്ഞു. സത്യം പറയാലോ കുറുപ്പേ, ഒരു സംശയത്തിന്റെ പേരിൽ വന്നതാ ഞങ്ങൾ. അതറിഞ്ഞിട്ട് അങ്ങോട്ട് കയറാമെന്ന് കരുതി. മറ്റൊരാൾ പറഞ്ഞറിയുന്നതിലും നല്ലതല്ലേ നേരിട്ട് തന്നെ കഥയറിയുന്നത്. അതുകൊണ്ടാണ് ആദ്യം ഇങ്ങോട്ട് കയറിയത്. ഇവിടം വരെ വന്നിട്ട് നിങ്ങളെ കാണാതെ പോകുമോ? അങ്ങനെ നിർബന്ധമൊന്നുമില്ലല്ലോ കൊച്ചു തമ്പുരാനെ. ഞാനാരാ, നിങ്ങളാരാ? എനിക്കതിൽ പരാതിയുമില്ല. ഏതോ ഒരു സംശയത്തിന്റെ കാര്യം പറഞ്ഞല്ലോ, എന്താണത്? എനിക്കറിയാവുന്നതാണോ? കുറുപ്പ് ചോദിച്ചു. അറിഞ്ഞതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഞങ്ങൾക്കീടെ ചില ചില്ലറ ദുർനിമിത്തങ്ങളുണ്ടായി. അതിനു കാരണം ഇവിടെ പുതുതായി പാർക്കാൻ വന്ന ഒരു സ്ത്രീയാണെന്നും അറിഞ്ഞു. അതാരാണെന്നൊന്ന് അറിയണമായിരുന്നു. കുറുപ്പ് അറിയാതെ ചിരിച്ചുപോയി, തെല്ലുറക്കെ തന്നെ. എന്നിട്ടിപ്പോഴെന്തു തോന്നുന്നു? ആദ്യം കാണുകയല്ലേ നിങ്ങളിവരെ. നിങ്ങളൊക്കെയാണ് ഈ നാട്ടിലെ പ്രമുഖരെന്ന് രേണുകയോട് പറഞ്ഞു കൊടുത്തത് ഞാനാ. ആദിത്യപുരം കോവിലകത്തെക്കുറിച്ചൊക്കെ അന്വേഷിച്ചപ്പോൾ ആ ചരിത്രമൊക്കെ പറഞ്ഞു. ഇവരെവിടെന്ന് വന്നതാണ്? ഇതിനു മുൻപ് ഇവരെവിടെയായിരുന്നെന്ന് കുറുപ്പിനറിയാമായിരിക്കുമല്ലോ, അനിയൻ ചോദിച്ചു. കുറുപ്പ് മറുപടി പറയാൻ തുടങ്ങും മുൻപേ കാപ്പിക്കപ്പുകളുമായി രേണുകാദേവി കടന്നു വന്നു. അവളും ആ ചോദ്യം കേട്ടിരുന്നു. കപ്പുകൾ അവർക്ക് നേരെ നീട്ടിക്കൊണ്ടവൾ പറഞ്ഞു. ചോദിച്ചത് കുറുപ്പമ്മാവനോടായിരുന്നെങ്കിലും മറുപടി ഞാൻ തന്നെ പറയാം. പറയട്ടെ കുറുപ്പമ്മാവ? രേണുക കുറുപ്പിന്റെ നേരെ ഒരിക്കൽ കൂടി നോക്കി. പറഞ്ഞോളൂ കുട്ടിയെ. എന്നായാലും ഇവരിതറിയും. എന്നാലത് നിന്റെ നാവിൽ നിന്ന് തന്നെ ആയിക്കോട്ടെ. 10-12 ദിവസം കൂടി കഴിയുമ്പോ ഏതായാലും നാട്ടിലെല്ലാവരും അറിയേണ്ടതല്ലേ. എങ്കിലതാദ്യം ഇവർ തന്നെ ആയിക്കോട്ടെ. ഒരു കണക്കിന് ആദ്യം അതറിയാനുള്ള അവകാശവും ഇവർക്ക് തന്നെയാണല്ലോ. കുറുപ്പും ചിരിക്കുകയാണ്. അനിയനും കൊച്ചനിയനും സംശയഭാവത്തിൽ ഇരുവരെയും മാറി മാറി നോക്കി. അവർക്കാകെ ഒരു പന്തികേട് പോലെ തോന്നി. ഞാനാരാണ്, എന്താണ് എന്നൊക്കെയല്ലേ അറിയേണ്ടത്. പറഞ്ഞു വരുമ്പോൾ ഞാൻ ഈ നാട്ടുകാരി തന്നെയാണ്. നന്നേ ചെറുപ്പത്തിൽ ജീവൻ രക്ഷിക്കാൻ നാട് വിടേണ്ടി വന്നു. പിന്നെ ബാംഗ്ലൂരിലായിരുന്നു. അവിടെ നിന്ന് 4-5 വർഷം മുൻപ് കുടകിലേക്ക് പോയി. കുടകിൽ നിന്നാണ് തിരിച്ചിങ്ങി പോന്നത്.
രേണുക അനിയനെയും കൊച്ചനിയനെയും ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. കുറുപ്പിന്റെ കണ്ണുകളും അവരിലായിരുന്നു. കാപ്പി ചുണ്ടോട് അടുപ്പിക്കുന്നതിനിടയിൽ അനിയൻ ഒരു സംശയം ചോദിച്ചു. ജീവൻ രക്ഷിക്കാൻ നാടുവിടുകയായിരുന്നെന്ന് പറഞ്ഞല്ലോ, അതെന്താ അങ്ങനെ സംഭവിച്ചത്? യഥാർത്ഥത്തിൽ നാടുകടത്തപ്പെടുകയായിരുന്നു. പറഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങളും അറിഞ്ഞേക്കും. അമ്മയെ അറിയാൻ വഴിയില്ല, പക്ഷേ അച്ഛനെ അറിയണം. അച്ഛന്റെ പേര് ആദിത്യവർമ്മ എന്നായിരുന്നു. ഒരു ഞെട്ടൽ, 1000 നടുക്കങ്ങൾ. കൊച്ചനിയന്റെ കയ്യിൽ നിന്ന് കാപ്പിക്കപ്പ് താഴെ വീണ് ചിതറി. അനിയൻ കസേരയിൽ നിന്ന് പിടഞ്ഞെണീറ്റു. നീ രേണുകയുടെ നേരെ ചൂണ്ടപ്പെട്ട അനിയന്റെ കൈ വിറച്ചിരുന്നു. അതേ ജ്യേഷ്ഠ, ഞാൻ രേണുകാദേവി. 2 ജാതിയിൽ പിറന്നുപോയെങ്കിലും നമ്മൾ സഹോദരന്മാർ. രേണുക ഉറക്കെ ചിരിച്ചു. വളരെ നന്ദി മിസ്റ്റർ വിജയഭാസ്കർ. നിങ്ങൾ ചെയ്തത് വളരെ വലിയൊരു കാര്യമാണ്. വളരെ വേഗം ഇനി ഞങ്ങൾ കാര്യങ്ങൾ നീക്കുകയും ചെയ്യാം. LPയിൽ വെച്ചിരിക്കുന്ന ഒരു കേസിന് തുമ്പുണ്ടാവുക എന്ന് വെച്ചാൽ അത് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിന് തന്നെ അഭിമാനകരമാണല്ലോ. ഇത്രയും വ്യക്തമായ തെളിവുകളുമായി ഒരാൾ വന്നില്ലായിരുന്നെങ്കിൽ ആ ഫയൽ എക്കാലവും LPയായി തന്നെ കിടന്നേനെ. ഇനി എല്ലാറ്റിനും ഞാനൊരു വഴിയൊരുക്കാം. ആവശ്യമുള്ള ഫോട്ടോകളും മറ്റും സൂക്ഷിച്ചിട്ട് ബാക്കി വിജയഭാസ്കറെ തിരികെ ഏൽപ്പിച്ചുകൊണ്ട് സർക്കിൾ ഇൻസ്പെക്ടർ നരേന്ദ്രൻ ആഹ്ലാദത്തോടെ പറഞ്ഞു. ചെറുപ്പക്കാരനായ ആ സർക്കിൾ ഇൻസ്പെക്ടറെ വിജയഭാസ്കറിന് ഇഷ്ടമായി. സർക്കിൾ ഓഫീസിൽ നിന്ന് പുറത്തേക്കിറങ്ങുമ്പോൾ 2 മാസമായി കലങ്ങി മറിഞ്ഞു കിടന്ന വിജയഭാസ്കറിന്റെ മനസ്സിനൊരു തെളിവ് വീണു. കാര്യങ്ങൾ ഇത്ര എളുപ്പമായിരിക്കുമെന്ന് ഓർത്തില്ല. പക്ഷേ കരുതലോടെ നീങ്ങേണ്ടിയിരിക്കുന്നു. പിടിയിൽ കിട്ടും വരെ ഒരു മുൻവിധിയും പാടില്ല. ഇനി അവർ മുന്നിൽപ്പെടുന്ന നിമിഷം, ആ നിമിഷമൊന്ന് ഓടി വന്നെങ്കിൽ. ഉത്സാഹത്തോടെ വിജയഭാസ്കർ റോഡിലേക്ക് ഇറങ്ങുമ്പോൾ അയാൾക്കെതിരെ ഒരു കാർ സർക്കിൾ ഓഫീസിലേക്ക് വന്ന് കയറി നിന്നു. മണിമംഗലം മാധവൻ തമ്പി കാറിൽ നിന്നിറങ്ങി. നിലച്ചിരിക്കാത്ത ഒരപകടത്തിന്റെ നടുവിൽ എത്തിപ്പെട്ടതിന്റെ വിമ്മിട്ടത്തിലായിരുന്നു അനിയനും കൊച്ചനിയനും. നാരായണക്കുറുപ്പിന്റെ ഒപ്പം നൃത്തമണ്ഡപത്തിലേക്ക് കയറി വരുന്ന ശശിധരനെയും സനാതനനെയും കൂടി കണ്ടപ്പോൾ അവരുടെ അസ്വസ്ഥത പരിഭ്രമമായി. ഇതൊരു വല്ലാത്ത കെണിയായിപ്പോയി, മനഃപൂർവം വരുത്തിവെച്ച കെണി. അവരുടെ ആ വിഷമാവസ്ഥ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു രേണുകാദേവി. അവൾക്കൊന്നുറക്കെ ചിരിക്കാനാണപ്പോൾ തോന്നിയത്. ആ തോന്നലടക്കാൻ നന്നേ ബുദ്ധിമുട്ടേണ്ടി വരികയും ചെയ്തു. ഒപ്പം പടികയറി വരുന്ന ശശിധരനെയും സനാതനനെയും കണ്ടപ്പോൾ ആ മുഖമൊന്ന് തെളിയുകയും ചെയ്തു. അവരും ജാള്യതയോടെയാണ് കയറി വരുന്നതെന്ന് അവൾ അറിഞ്ഞു. 4 പേരെയും ഒരുമിച്ച് കാണുക തന്റെ ഒരു ആഗ്രഹമായിരുന്നു, ആവശ്യവുമായിരുന്നു. അതിത്ര വേഗം സാധിക്കുമെന്ന് കരുതിയിരുന്നതേയില്ല. എന്നെങ്കിലും ഒരിക്കൽ കാണണമെന്ന് കരുതി തന്നെയാണ് ഈ നാട്ടിലേക്ക് പോന്നതും. ഉദ്ദേശിച്ചതിലും എളുപ്പമായി കാര്യങ്ങൾ. എണീറ്റ് വാതിൽക്കലോളം ചെന്ന് രേണുകാദേവി അടുത്ത സഹോദരന്മാരെയും സ്വീകരിച്ചു. നാരായണക്കുറുപ്പിന്റെ ചുണ്ടിൽ ഒരു ഊറിയ പുഞ്ചിരിയുണ്ടായിരുന്നു. വരൂ ജ്യേഷ്ഠന്മാരെ, നിങ്ങളെ ഒന്നിച്ചിങ്ങനെയൊന്ന് കാണാൻ കിട്ടിയത് എന്റെ ഭാഗ്യമാണ്. വരൂ, കയറിയിരിക്കൂ. ശശിധരനോ സനാതനനോ അവളുടെ ആ പെരുമാറ്റത്തിൽ സംശയമൊന്നും തോന്നിയില്ല. അനിയനും കൊച്ചനിയനും ഇരുന്ന് വിയർക്കുകയായിരുന്നു. അവരവിടെ ഇരിക്കുന്നതിന്റെ ജാള്യമേ ശശിധരനും സനാതനനും ഉണ്ടായിരുന്നുള്ളൂ. അന്ന് അനിത മരിച്ച ദിവസം കോവിലകത്തിന്റെ മുറ്റത്ത് വെച്ച് കണ്ടതാണ് ഇരുവരെയും. പിന്നെ മുഖാമുഖം ഇപ്പോഴാണ്. പോരുന്നതിന് മുൻപ് അറക്കൽ വീട്ടിൽ വെച്ച് കുറുപ്പേട്ടൻ വിവരങ്ങൾ പറഞ്ഞിരുന്നത് കൊണ്ട് രേണുകയെ അഭിമുഖീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടായില്ല. എങ്കിൽ നിങ്ങൾ സംസാരിക്കൂ, ഞങ്ങൾ ഇറങ്ങുകയാണ്. ചെന്നിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നീട് എപ്പോഴെങ്കിലും വീണ്ടും വരാമല്ലോ. ശശിധരനെയും സനാതനനെയും കണ്ട നിമിഷം കൊച്ചനിയൻ ചാടിയെടീറ്റു. രേണുക ഒന്ന് ചിരിച്ചു. നമ്മളെല്ലാവരും ഒരുമിച്ച് കാണുന്നത് പോലും ആദ്യമല്ലേ കൊച്ചനിയൻ ചേട്ടാ? ഇത്തിരി കഴിഞ്ഞ് പോയാൽ മതി. നമുക്ക് പറയാൻ വർഷങ്ങളോളമുള്ള വാർത്തകളില്ലേ? എനിക്കിത്തരമൊരു നിമിഷത്തിൽ തോന്നുന്ന സന്തോഷം എത്രയെന്ന് പറഞ്ഞറിയിക്കാൻ വയ്യ. ഞാനെന്റെ ചേട്ടന്മാരെ കണ്ണു നിറഞ്ഞൊന്ന് കണ്ടോട്ടെ. അവളുടെ ആ സംസാരത്തിൽ ശശിധരനും സനാതനനും ആത്മാർത്ഥത കണ്ടെങ്കിൽ അനിയനും കൊച്ചനിയനും അതൊരു പരിഹാസമാണെന്നാണ് തോന്നിയത്. അതവൾക്കും മനസ്സിലാവുകയും ചെയ്തു.
വീണ് കിട്ടിയ ഈ അപൂർവ അവസരം വിട്ടുകളയാൻ രേണുക ഒരുക്കമായിരുന്നില്ല. അനിയനും കൊച്ചനിയനും ശശിധരനെയോ സനാതനനെയോ നോക്കിയതേയില്ല. അവരുടെ ആ സാന്നിധ്യമാണ് അവരെ കൂടുതൽ അസ്വസ്ഥരാക്കിയതെന്ന് രേണുക അറിഞ്ഞു. മുള്ളിന്റെ മുകളിൽ ഇരിക്കുന്നത് പോലെയുള്ള ആ ഇരിപ്പ് കുറെ നേരം കൂടി തുടരട്ടെ എന്നാണ് അവൾ ആഗ്രഹിച്ചത്. 4 പേരെയും കണ്ടു. എന്റെ അമ്മമാരെയും ഒന്ന് സന്ദർശിച്ച് ചില കാര്യങ്ങൾ സംസാരിക്കണമെന്ന് കരുതിയിരിക്കുകയായിരുന്നു ഞാൻ. ഭാഗ്യത്തിന് 4 പേരെയും ഒരുമിച്ച് കാണാൻ കഴിഞ്ഞു. എങ്കിൽ എനിക്ക് പറയാനുള്ളത് കൂടി കേട്ടിട്ട് പോവുകയല്ലേ അനിയൻ ചേട്ട ഭംഗി. രേണുകയുടെ മുഖത്തുനിന്ന് പുഞ്ചിരി മാഞ്ഞതേയില്ല. അവളുടെ ചേട്ടാവിളിയിലും പരിഹാസമാണ് അനിയനും കൊച്ചനിയനും കാണാൻ കഴിഞ്ഞത്. വിളിച്ച് വിളിച്ച് ബന്ധം ഉറപ്പിക്കാനുള്ള ശ്രമമാണോ ഇവളുടേത്? അല്ലെങ്കിൽ തന്നെ ഇവളെ തിരിച്ചറിഞ്ഞപ്പോൾ മുതൽ പ്രകമ്പനം കൊണ്ടിരിക്കുകയാണ് മനസ്സ്. തങ്ങളുടെ അച്ഛന്റെ മകൾ, ശൂദ്ര സ്ത്രീയിൽ പിറന്ന മകൾ, ഇവൾക്ക് വേണ്ടി എവിടെയൊക്കെ അന്വേഷിച്ചതാണ്. ജീവിച്ചിരിക്കുന്നില്ലെന്ന് തീർച്ചപ്പെടുത്തുകയും ചെയ്തതാണ്. പക്ഷേ ആ നിർണായക നിമിഷങ്ങളുടെ ദിവസത്തിലേക്ക് ദൂരം ഏറെയില്ലാത്ത ഒരവസരത്തിൽ, അനവസരത്തിലുള്ള ഇവളുടെ ഈ വരവിൽ അനിയനും കൊച്ചനിയനും അപകടം മണത്തു. ഒടുവിൽ തങ്ങൾ ഉദ്ദേശിച്ചതുപോലെ കാര്യങ്ങൾ നടക്കാതെ പോകുമോ? വർഷങ്ങളായുള്ള കാത്തിരിപ്പ് വെറുതെയാവുകയാണോ? ശശിധരനും സനാതനനും രേണുകയെ തന്നെ ഉറ്റുനോക്കിയിരിക്കുകയാണ്. തങ്ങളുടെ അച്ഛന്റെ ഛായ ഏറ്റവും കൂടുതൽ കിട്ടിയിരിക്കുന്നത് ഇവൾക്കല്ലേ? അവളുടെ ആ ചിരി കാണുമ്പോൾ അച്ഛനെയാണ് ഓർമ്മ വരുന്നത്. ആ കൂടിക്കാഴ്ചയുടെ നിശബ്ദ സാക്ഷിയായി ഇരിക്കുകയായിരുന്നു നാരായണക്കുറുപ്പ്. അവർ സഹോദരന്മാരും പെങ്ങളും സംസാരിക്കുന്നിടത്ത് തനിക്കൊരു കാര്യവുമില്ലെന്ന മട്ട്. ഇത്തരമൊരു കൂടിക്കാഴ്ച എന്നെങ്കിലും ഉണ്ടാകുമെന്ന്, അല്ലെങ്കിൽ ഉണ്ടാക്കണമെന്ന് കരുതിയിരിക്കുകയായിരുന്നു. ഏതായാലും രേണുകയുടെ ജോലി പകുതി കുറഞ്ഞതിന്റെ ആഹ്ലാദം ചില്ലറയായിരുന്നില്ല കുറുപ്പിന്. കഴിഞ്ഞ ദിവസവും തങ്ങൾ ഇതേക്കുറിച്ച് സംസാരിച്ചിരുന്നെന്ന് കുറുപ്പ് ഓർമ്മിച്ചു. ആദ്യമായിട്ട് കണ്ടിട്ടും എന്നോട് നിങ്ങൾക്കാർക്കും ഒന്നും ചോദിക്കാനില്ലേ? രേണുക 4 പേരുടെയും മുഖങ്ങളിലേക്ക് മാറി മാറി നോക്കി. ഇത്ര കാലവും നീ എവിടെയായിരുന്നു? ഇതിനു മുമ്പ് ഒരിക്കൽ പോലും ഒന്ന് തിരിഞ്ഞു നോക്കുക പോലും ചെയ്യാതെ, ഞങ്ങളെയല്ല നിന്റെ ഈ ഗ്രാമത്തിലേക്ക് പോലും. കൊച്ചനിയൻ ഒടുവിൽ ചോദിക്കുക തന്നെ ചെയ്തു. അപ്പോഴും രേണുക ചിരിച്ചു. അങ്ങനെ തിരിച്ചു വരാവുന്ന നിലയിലായിരുന്നോ ജ്യേഷ്ഠ നിങ്ങൾ എന്നെയും എന്റെ അമ്മയെയും ഒക്കെ ഇവിടെ നിന്ന് പറഞ്ഞയച്ചത്? എന്നിട്ടും ഞാൻ വന്നുവല്ലോ. എനിക്കിവിടെ വരാതിരിക്കാൻ കഴിയില്ലെന്നറിഞ്ഞുകൂടെ? ഇനി തിരിച്ചു പോകുന്നുമില്ല. അച്ഛന്റെ ആഗ്രഹമായിരുന്നു ഞങ്ങൾ ആദിത്യപുരം കോവിലകത്ത് പാർക്കുക എന്നത്. അതിനുള്ള ഭാഗ്യം അമ്മയ്ക്കുണ്ടായില്ല. ഞാൻ തനിച്ചവിടെ എങ്ങനെ പാർക്കുമെന്ന് ചിന്തിക്കുകയാണിപ്പോൾ. അവൾ അത് പറഞ്ഞിട്ട് ഒളികണ്ണിട്ട് 4 പേരെയും ശ്രദ്ധിച്ചു. ശശിധരനോ സനാതനനോ ഭാവഭേദങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അനിയന്റെയും കൊച്ചനിയന്റെയും മുഖം വിളറി. കോവിലകത്ത് പാർക്കാനോ? കൊച്ചനിയന് അവൾ പറഞ്ഞതിന്റെ പൊരുൾ ദഹിച്ചില്ല. അതെ, അച്ഛന്റെ ആഗ്രഹം സാധിച്ചു കൊടുക്കുക എന്നതാണല്ലോ ഒരു മകന്റെയോ മകളുടെയോ കടമ. എനിക്കത് സാധിച്ചു കൊടുത്തേ കഴിയൂ. നിങ്ങളാരും അതിനൊരുങ്ങാത്ത സ്ഥിതിക്ക് ഞാൻ വേണ്ടേ ചെയ്യാൻ? അവളുടെ വാക്കുകൾ കേട്ടപ്പോൾ അനിയൻ തമ്പുരാൻ കോപം കൊണ്ട് അടിമുടി വിറച്ചു. എന്തൊരവകാശത്തോടെയാണ് സംസാരം! മറ്റുള്ളവരാരും അവിടെ ഉണ്ടായിരുന്നില്ലെങ്കിൽ ആ നിമിഷം അയാൾ പൊട്ടിത്തെറിച്ചേനെ. എത്ര അടക്കിയിട്ടും സഹിക്കാനാവാതെ അവന്റെ രോഷം പുറത്തണയുക തന്നെ ചെയ്തു. അതിന് നിനക്കെന്താ അവകാശം? കോവിലകത്ത് താമസിക്കേണ്ടവർ ആരാണെന്ന് ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. അതിന്റെ സമയമാകുമ്പോൾ ഞങ്ങൾ വേണ്ടത് ചെയ്തോളാം. നീ ആരാണെന്നും നിന്റെ ഉദ്ദേശ്യം എന്താണെന്നും അറിയണമെന്നേ ഞങ്ങൾക്കുണ്ടായിരുന്നുള്ളൂ. അതറിഞ്ഞു. നീ വാടാ കൊച്ചനിയ, നമുക്ക് പോകാം. അനിയൻ തമ്പുരാൻ ചാടിത്തുള്ളി പുറത്തേക്ക് നടന്നു കഴിഞ്ഞു. പിന്നാലെ കൊച്ചനിയനും. ധൃതിയുണ്ടെങ്കിൽ ചേട്ടന്മാർ പൊയ്ക്കോളൂ. പക്ഷേ എനിക്ക് പറയാനുള്ളത് കൂടി കേൾക്കാതെ നിങ്ങൾക്ക് പടികടന്നു പോകാനാവില്ലല്ലോ. രേണുക തിരക്കൊട്ടും കൂടാതെയാണ് സംസാരിച്ചത്. ഓ അങ്ങനെയോ? പുച്ഛഭാവത്തിൽ ചിറികോട്ടിക്കൊണ്ട് പടിക്കലെത്തിയ നിമിഷം പിടിച്ചു കെട്ടിയാലെന്നോണം അനിയൻ തമ്പുരാൻ നിന്നുപോയി. കൊച്ചനിയന്റെയും അവസ്ഥ അത് തന്നെ ആയിരുന്നു. ഒരു ചുവട് മുന്നോട്ട് വയ്ക്കാനാവുന്നില്ല. ആരോ കാലുകളിൽ കൂച്ചു വിലങ്ങിട്ടതുപോലെ.
പടിയടച്ച് ഒരു വൻമതിലുള്ളത് പോലെയാണ് അവർക്ക് അനുഭവപ്പെട്ടത്. മുന്നോട്ടുള്ള വഴി അടഞ്ഞിരിക്കുന്നു. രണ്ടുപേരും കാലുകൾ വലിച്ചു വയ്ക്കാൻ ഒരു ശ്രമം നടത്തി നോക്കിയതാണ്. വെറുതെയായി പോയ ഒരു ശ്രമം. ഇരുവരുടെയും മുഖം കൂമ്പാള പോലെ വിളറി. ചെന്നിയിൽ വിയർപ്പ് പൊടിഞ്ഞു. ജാള്യതയോടെ ഒന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ അവരെ തന്നെ ഉറ്റുനോക്കി വാതിൽക്കൽ നിന്ന് രേണുക ചിരിക്കുന്നു. ഇത്തിരി കൂടി കഴിഞ്ഞിട്ട് പോയാൽ മതി അനിയൻ ചേട്ടാ. ഒരു 10 മിനിറ്റ് എനിക്ക് പറയാനുള്ളത് പറയാൻ അത്രയും തന്നെ നേരം വേണ്ട, രേണുക വിളിച്ചു പറഞ്ഞു. പല്ലുകൾ കടിച്ച് രോഷം അടക്കിക്കൊണ്ടാണെങ്കിലും ഇരുവരും തിരിഞ്ഞു നിന്നു. അപ്പോൾ ഞങ്ങൾ അറിഞ്ഞത് നേരാണ്. നീയാണ് ഞങ്ങളെ ഭയപ്പെടുത്താൻ ഒരിക്കൽ ഏതോ പ്രേതത്തിനെ പറഞ്ഞയച്ചത് അല്ലേ? ഞങ്ങളെയെല്ലാം അങ്ങൊഴിവാക്കിയിട്ട് തനിച്ച് തമ്പുരാട്ടിയായി വാടാനുള്ള മോഹം, അത് നടക്കില്ലടി. ഞങ്ങൾ ജീവനോടെയുള്ളപ്പോൾ നടക്കില്ല. കൊച്ചനിയൻ ചീറി. അതേ നടക്കൂ ജ്യേഷ്ഠ. അന്ന് വെറുതെ ഒന്ന് ഭയപ്പെടുത്തി നോക്കിയതല്ലേ ഞാൻ. എന്റെ ചേട്ടന്മാർക്ക് ആരെയും ഭയമില്ലെന്നാണ് ഞാൻ കേട്ടിരുന്നത്. എങ്കിലതൊന്നും അറിയാമെന്ന് കരുതി. വെറും ഭീരുക്കളാണെന്ന് തെളിഞ്ഞു. ആദിത്യവർമ്മയുടെ മക്കൾ അങ്ങനെ ഭീരുക്കളായി കൂടല്ലോ. നിങ്ങളാരും കോപിച്ചിട്ട് കാര്യമില്ല. അച്ഛൻ എനിക്ക് കോവിലകം സമ്മാനിച്ചിട്ടാണ് പോയത്. അത് സ്വീകരിക്കേണ്ട സമയം ഇപ്പോഴേ ആയുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ വരാൻ വൈകിയത്. നിങ്ങൾക്കൊക്കെ അച്ഛനെ ആയിരുന്നില്ല വേണ്ടിയിരുന്നത്, അച്ഛന്റെ സ്വത്തുക്കൾ മാത്രമായിരുന്നു. എനിക്ക് സ്വത്തുക്കളല്ല, അച്ഛനെയായിരുന്നു വേണ്ടിയിരുന്നത്. പകരം അച്ഛൻ എനിക്ക് അച്ഛനെയും അച്ഛന്റെ അളവറ്റ സ്വത്തുക്കളും നൽകി. അവകാശിയായി പ്രഖ്യാപിക്കുന്ന വലംപിരി ശംഖം അതുകൊണ്ടാണല്ലോ എനിക്ക് തന്നത്. അനിയനും കൊച്ചനിയനും ദയനീയമായി പരസ്പരം നോക്കി. ഇനി 10 നാളുകൾ കൂടിയല്ലേ ഉള്ളൂ. അന്ന് സർവർക്കും ബോധ്യമാകുമല്ലോ കോവിലകത്ത് പാർക്കേണ്ടത് ആരാണെന്നുള്ള കഥ. ഒരു ദിവസം പെട്ടെന്ന് ചെന്നങ്ങ് പാർക്കാനായിരുന്നെങ്കിൽ എനിക്ക് വാടക വീടെടുക്കേണ്ട കാര്യമുണ്ടായിരുന്നില്ലല്ലോ. ആരും അറിയാതെ രായ്ക്ക് രാമാനം ഓടിച്ചുവിട്ട ഞങ്ങൾക്കങ്ങനെ കയറി താമസിക്കാൻ പറ്റിയ ഇടവുമല്ലല്ലോ ആദിത്യപുരം കോവിലകം. അത് എല്ലാവരും അറിയണം. ഈ ഗ്രാമം മുഴുവൻ അറിയണം. അറിയും. കൊച്ചനിയൻ എന്തോ പറയാൻ നാവെടുത്തെങ്കിലും അതടക്കി. 4 പേരെയും ഒരുമിച്ച് കണ്ടപ്പോൾ വിശദമായി ധരിപ്പിക്കാമെന്നായിരുന്നു ഞാൻ ആഗ്രഹിച്ചത്. അച്ഛൻ എനിക്ക് തന്ന സ്വത്താണെങ്കിലും അത് നിങ്ങൾക്ക് കൂടി അവകാശപ്പെട്ടതാണെന്ന് എനിക്കറിയാം. ഞാനതിന് തയ്യാറുമാണ്. എല്ലാം രമ്യമായി പറഞ്ഞവസാനിപ്പിക്കാമെന്ന് കരുതി. അത് സമ്മതിക്കുന്നില്ലല്ലോ. ആർക്ക് വേണം നിന്റെ ഓശാരം? ഞങ്ങൾക്ക് അവകാശപ്പെട്ടത് ഞങ്ങൾക്ക് തന്നെ ലഭിക്കും. കോവിലകത്താരും ദാനം വാങ്ങിയിട്ടില്ല. അങ്ങനെ വാങ്ങേണ്ടി വരുന്ന ദിവസം ആത്മഹത്യ ചെയ്യുകയല്ലേ അന്തസ്. 10 ദിവസങ്ങൾ ഇനിയുമുണ്ടല്ലോ. അത് ധാരാളം മതി ഞങ്ങൾക്ക്. പിന്നെ നിന്റെ കൺകെട്ട് വിദ്യകളൊക്കെ ഞങ്ങളോട് വേണ്ട, അതും ഓർത്തോ. അത്രയും പറഞ്ഞ് മുന്നോട്ട് കുതിക്കാൻ ശ്രമിച്ചെങ്കിലും അപ്പോഴും അവർക്കതിന് കഴിഞ്ഞില്ല. രേണുകയ്ക്ക് അന്നേരം ഒരു കുസൃതി തോന്നി. ഉള്ള ശക്തി മുഴുവനും എടുത്ത് വീണ്ടും അവർ മുന്നോട്ട് കുതിക്കവേ അവൾ നിർമ്മിച്ച മാന്ത്രിക ബന്ധനം പൊടുന്നനെ അഴിച്ചു. മനസ്സുകൊണ്ടൊരു മന്ത്രം ഒരു വട്ടം ചൊല്ലുകയേ വേണ്ടിയിരുന്നുള്ളൂ രേണുകയ്ക്ക്. അതിന്റെ ഫലം അത്ഭുതകരമായിരുന്നു. ഏറെ ദയനീയവും. പടിക്കൽ നിന്ന് വഴിയിലേക്ക് അനിയനും കൊച്ചനിയനും തെറിച്ചു വീണു. ആരോ എടുത്തെറിഞ്ഞതുപോലെ. അത് കാണാൻ നിൽക്കാതെ രേണുക മുറിയിലേക്ക് തിരിഞ്ഞു കഴിഞ്ഞിരുന്നു. വേണമെങ്കിൽ തനിക്ക് പറയാനുള്ളതെല്ലാം പറഞ്ഞു തീരും വരെ അവരെ പടിക്കൽ ബന്ധിച്ചു നിർത്താം. അത് വേണോ വേണ്ടെന്നാണ് തീരുമാനിച്ചത്. അതിനുള്ള അവസരം ഇനിയുമുണ്ടാകും, ഒരു പക്ഷേ ഏറ്റവും വേഗം. രേണുകയുടെ കണക്കുകൂട്ടലുകൾ തെറ്റിയില്ല. നോവേറ്റ പാമ്പിന്റെ വൈരവുമായി തിരിച്ചുപോയ തമ്പുരാക്കന്മാർ അന്ന് രാത്രി തന്നെ വീണ്ടും നൃത്തമണ്ഡപത്തിലെത്തി. കരുതിക്കൂട്ടിയുള്ള ഒരു വരവ്. തെല്ലൊന്ന് അമ്പരന്നില്ലെന്ന് പറഞ്ഞുകൂടാ. ഭയം പക്ഷേ ഒട്ടും തോന്നിയില്ല. ഒരു പക്ഷേ ഇതിനേക്കാൾ വലിയൊരു ദുരന്തം ഏതു നിമിഷവും പ്രതീക്ഷിച്ചിരുന്നത് കൊണ്ടാകാം അത്. എങ്കിലും തെല്ലി വിഷമം തോന്നാതിരുന്നില്ല. ഇത്ര പൊടുന്നനെ ഇങ്ങനെ വേണമായിരുന്നോ? തുറന്നിട്ട പൂമുഖവാതിൽക്കൽ നിന്ന് രേണുകാദേവി കൗതുകത്തോടെയാണ് ഗേറ്റിന് മുന്നിലെ രംഗം കണ്ടുനിന്നത്. 2-3 കാറുകൾ നിറയെയാണ് ആളുകൾ എത്തിയിരിക്കുന്നത്. അവർക്ക് മുന്നിൽ ജേതാക്കളെപ്പോലെ തലയെടുത്ത് പിടിച്ചുകൊണ്ട് അനിയനും കൊച്ചനിയനും നിൽക്കുന്നു. ആ മുഖങ്ങളിൽ എന്തോ നേടിക്കഴിഞ്ഞതിന്റെ വിജയഭാവവും ഉണ്ടായിരുന്നു. പുറത്തെ ബഹളങ്ങൾ കേട്ട് നാരായണക്കുറുപ്പ് സ്വന്തം വീട്ടിൽ നിന്ന് ഓടിയെത്തി. കുറുപ്പിനെ കണ്ട കൊച്ചനിയന്റെ മുഖം തുടുത്തു. തനിക്കെന്താ ഇവിടെ കാര്യം? ഞങ്ങൾക്കാരുടെയും മധ്യസ്ഥത ആവശ്യമില്ല. ആവശ്യം വന്നാൽ അപ്പോൾ ക്ഷണിക്കാം. തൽക്കാലം സ്ഥലം വിടാൻ നോക്ക്, അവൻ പറയുകയും ചെയ്തു. ഇത് ഞങ്ങൾ കൂടപ്പിറപ്പുകൾ തമ്മിലുള്ള ഏർപ്പാടാണ്. അന്യന്റെ ഇടപെടൽ വേണ്ട. അനിയനും പല്ലിറുമ്മി.
അല്ലെങ്കിൽ തന്നെ കുറുപ്പിനെ ചവച്ചു തുപ്പാനുള്ള വൈര്യം ഉള്ളിൽ വെച്ചുകൊണ്ടാണ് അനിയന്റെയും കൊച്ചനിയന്റെയും നില. അയാളാണ് രേണുകയുടെ പിന്നിൽ നിന്ന് സഹായിക്കുന്നതെന്ന് തെളിഞ്ഞു കഴിഞ്ഞിരിക്കുകയല്ലേ. അവൾക്ക് വീട് വാടകയ്ക്ക് കൊടുത്തു. നാട്ടുകാരുടെ കണ്ണിൽ പൊടിയിടാൻ ഒരു നൃത്തമണ്ഡപത്തിന്റെ മറവും. അതും അയാളുടെ തലയിലുദിച്ചതാവാം. പകൽ ഈ പടിക്കൽ നിന്ന് തിരിച്ചു പോയപ്പോൾ തന്നെ തീരുമാനിച്ചതാണ് അവളേക്കാൾ ആദ്യം ഒതുക്കേണ്ടത് കുറുപ്പിനെയാണെന്ന്. ഏതിലെങ്കിലും കയറി ഇടപെട്ടാൽ ആ നിമിഷം കുറുപ്പിനെ ഒരു പാഠം പഠിപ്പിക്കണമെന്ന് തീരുമാനിച്ചു തന്നെയാണ് മടങ്ങി വന്നിരിക്കുന്നത്. ഇരുവരുടെയും വാക്കുകൾക്ക് മുന്നിൽ തെല്ലും ശോഭിക്കാതെ നിൽക്കുക തന്നെ ചെയ്തു കുറുപ്പ്. രേണുകയും അത് കേട്ടിരുന്നു. കുറുപ്പമ്മാവനെ അധിക്ഷേപിക്കുന്നത് കേട്ടപ്പോൾ തെല്ല് വിഷമം തോന്നിയെങ്കിലും അവൾ ഉള്ളിൽ ചിരിക്കുകയായിരുന്നു. ഇതൊക്കെയുണ്ടാകാനുള്ള സാധ്യതയെക്കുറിച്ച് തന്റെ മുന്നറിയിപ്പ് കേട്ട് അദ്ദേഹം തറവാട്ടിലേക്ക് പോയിട്ട് ഒരു നാഴിക തികച്ചുമായില്ല. എനിക്ക് ഇടപെടാതിരിക്കാനാവില്ലല്ലോ തമ്പുരാക്കന്മാരെ. കാരണം അവർ പാർക്കുന്നത് എന്റെ വീട്ടിലായി പോയില്ലേ. അപ്പോൾ അവരെക്കുറിച്ച് എനിക്കുമുണ്ട് കുറെ ഉത്തരവാദിത്തങ്ങളൊക്കെ. നിങ്ങളുടെ ഉദ്ദേശം എന്താ? എന്തിനാ ഈ പടിക്കലേക്ക് ഇത്രയും ആളുകളെയും കൂട്ടി വന്നിരിക്കുന്നത്? ഒന്നും അറിയാത്ത മട്ടിലാണ് കുറുപ്പിന്റെ ചോദ്യം. പറഞ്ഞല്ലോ, ഇത് ഞങ്ങൾ കൂടപ്പിറപ്പുകളുടെ കാര്യം. അത് ഞങ്ങൾ തീർത്തോളാം. കോവിലകത്തെ അംഗങ്ങൾക്ക് ഒരു പ്രശ്നത്തിന് തീർപ്പ് കൽപ്പിക്കാൻ പുറത്തു നിന്നൊരുത്തന്റെയും സഹായം വേണ്ട. കുറുപ്പമ്മാവൻ പൊയ്ക്കോളൂ. ഇത് ഞങ്ങൾക്ക് പറഞ്ഞു തീർക്കാനുള്ള കാര്യങ്ങളല്ലേ ഉള്ളൂ. ചേട്ടന്മാർ പണ്ടും ഇങ്ങനെയായിരുന്നെന്ന് കേട്ടിട്ടുണ്ട്. ഒറ്റയ്ക്കെങ്ങും പോകുന്നത് ഇഷ്ടമല്ല. അകമ്പടിയില്ലാതെ പുറത്തിറങ്ങാൻ തന്നെ മടി. അതൊരു സുഖമാണല്ലോ, അവൾ വിളിച്ചു പറഞ്ഞു. അപ്പോഴും പക്ഷേ മുറ്റത്തേക്കിറങ്ങി വരാനോ ഗേറ്റിന്റെ പൂട്ട് തുറക്കാനോ അവൾ തയ്യാറായിരുന്നില്ല. രേണുകയുടെ വാക്കുകളിലെ സൂചന കുറുപ്പിന് പിടികിട്ടിയിരിക്കണം. ഒരക്ഷരം മറുത്തു പറയാതെ ഗേറ്റിന് പിന്നിൽ ചെന്ന് വെറുതെ നിൽക്കുകയും ചെയ്തു. രേണുകയുടെ ഒരു കാര്യത്തിലും താൻ ഇടപെടേണ്ടി വരില്ലെന്ന് അറിയാഞ്ഞിട്ടല്ല. എങ്കിലും അവളൊരു പെണ്ണല്ലേ. 10-20 മുഷ്കന്മാർക്ക് മുന്നിൽ പതറിക്കൂടല്ലോ. തന്നെ തിരിച്ചറിയുകയും വലമ്പിരി ശംഖുമായാണ് താൻ വന്നിരിക്കുന്നതെന്ന് മനസ്സിലാക്കുകയും ചെയ്ത സ്ഥിതിക്ക് അനിയനും കൊച്ചനിയനും അടങ്ങിയിരിക്കില്ലെന്ന് തൊട്ടുമുൻപാണ് രേണുക പറഞ്ഞത്. പറഞ്ഞ് നാവെടുക്കും മുൻപെന്നോണം അവരിതാ എത്തിയിരിക്കുന്നു. തനിച്ചതിനുള്ള ധൈര്യമില്ലാഞ്ഞിട്ട് ആളും കൂട്ടി എത്തിയിരിക്കുന്നു. കാര്യങ്ങൾ ഉദ്ദേശിച്ചത്ര എളുപ്പമല്ലെന്ന് അനിയനും കൊച്ചനിയനും അറിയാൻ പോകുന്നു. ആ കാഴ്ച കാണാനാണ് കുറുപ്പ് വാതിൽക്കൽ തന്നെ നിന്ന് കളഞ്ഞത്. താൻ അറിഞ്ഞിരിക്കുന്ന രേണുകാദേവിക്ക് 20 അല്ല 200 പേർ വന്നാലും നേരിടാനുള്ള കെൽപ്പുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞു. രേണുക പക്ഷേ അപ്പോൾ ഓർത്തത് ശശിധരനെയും സനാതനെയും ആയിരുന്നു. എത്ര മാന്യമായി പെരുമാറിയിട്ടാണവർ യാത്ര പറഞ്ഞു പിരിഞ്ഞത്. ഇവരും അവരും തമ്മിൽ ഇരുട്ടും വെളിച്ചവും പോലുള്ള അന്തരം. ഞങ്ങളായിട്ട് ഒന്നിനും മുൻകൈ എടുത്തിട്ടില്ല അനുജത്തി. അല്ലെങ്കിൽ ലഭിക്കേണ്ടതൊന്നും പിടിച്ചു വാങ്ങേണ്ടതല്ലെന്ന് ഞങ്ങൾക്ക് നല്ലോണം അറിയാം. കിട്ടേണ്ടതാണെങ്കിൽ അതിന് തികച്ചും അർഹതയുണ്ടെങ്കിൽ എന്നായാലും അത് ലഭിക്കുക തന്നെ ചെയ്യും. അങ്ങനെ ലഭിക്കുന്നത് ശാശ്വതമായിരിക്കുകയും ചെയ്യും. മറിച്ച് പിടിച്ചു വാങ്ങുന്നതാണെങ്കിൽ അത് തിരിച്ചു കൊടുക്കേണ്ടി വരും. ഒന്നിനും ഇറങ്ങാഞ്ഞിട്ട് തന്നെ എല്ലാം ചെയ്തത് ഞങ്ങളാണെന്നാണ് സംസാരം. ഞങ്ങൾക്കെന്ത് ചെയ്യാൻ കഴിയും? എല്ലാം ഈ വിധത്തിലാക്കിയത് ആ നിധിയെക്കുറിച്ചുള്ള സ്വപ്നങ്ങളാണ്. ശശിധര വർമ്മ പറയുകയായിരുന്നു. ഒക്കെ എനിക്കറിയാം ജ്യേഷ്ഠ. ഇതുവരെ നടന്നതും ഇപ്പോൾ നടക്കുന്നതും ഇനി നടക്കാൻ പോകുന്നതും എന്ന് വെച്ച് ഞാനൊരു ത്രികാല ജ്ഞാനിയൊന്നുമല്ല. ഈ ആദിത്യപുരത്തിന്റെ ഓരോ സ്പന്ദനവും അറിഞ്ഞുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞത്. നിധിയുടെ പേരിൽ എത്ര നിരപരാധികൾ കൊല്ലപ്പെട്ടു. ഒക്കെ ക്ഷമയില്ലാഞ്ഞിട്ട് സംഭവിച്ചതാണ്. ഇനി 10 നാൾ കൂടി ക്ഷമിച്ചാൽ മതിയല്ലോ. അന്ന് നിധിയുടെ യഥാർത്ഥ അവകാശി ആരാണെന്ന് ലോകം മുഴുവൻ തിരിച്ചറിയും. എനിക്കതിലൊരു ചില്ലി പോലും വേണമെന്നില്ല. പക്ഷേ ദൈവനിയോഗം എന്തെന്ന് ആർക്കറിയാം? ഒരു പക്ഷേ നിങ്ങളിൽ ആർക്കെങ്കിലും ആയിരിക്കാം ആ ഭാഗ്യം, രേണുക പറഞ്ഞു. ആർക്ക് തന്നെയായാലും ഞങ്ങൾക്ക് വിരോധമില്ല. അതോടെ പ്രശ്നങ്ങളൊക്കെ തീരുമല്ലോ എന്നൊരു സന്തോഷമുണ്ട്. സമാധാനത്തോടെ ഇനിയുള്ള കാലം ഈ ആദിത്യപുരത്ത് താമസിക്കാമല്ലോ. ഞങ്ങൾക്ക് അത്രയും മതി. ആ വാക്കുകളിലെ ആത്മാർത്ഥതയും രേണുക തിരിച്ചറിഞ്ഞു. അച്ഛൻ മരിക്കുന്നതിന്റെ തലേന്നാളായിരുന്നു. അല്ല, കൊല്ലപ്പെടുന്നതിന് എന്ന് തന്നെ പറയണമല്ലോ. പട്ടിൽ പൊതിഞ്ഞ വലമ്പിരി ശംഖ് എന്നെ ഏൽപ്പിച്ചുകൊണ്ട് പറഞ്ഞു, ഇത് നീ സൂക്ഷിച്ചു വെക്കണമെന്ന്. ഒരു സമയമാകുമ്പോൾ ഇതിന്റെ വില നിനക്കറിയാൻ കഴിയുമെന്ന്. ആ സമയം ഇങ്ങെത്തിയിരിക്കുകയല്ലേ?
അച്ഛൻ സ്വന്തം മരണം മുൻകൂട്ടി കണ്ടിരുന്നെന്ന് തോന്നി. താൻ മരിച്ചാൽ ചിത അടങ്ങും മുൻപേ എന്നെയും കൂട്ടി രക്ഷപ്പെട്ടു കൊള്ളണമെന്ന് അമ്മയോടും പറഞ്ഞിരുന്നു. അതിന്റെയൊക്കെ അർത്ഥം മുതിർന്നു കഴിഞ്ഞേ എനിക്കറിയാൻ കഴിഞ്ഞുള്ളൂ. അച്ഛനെ അപകടപ്പെടുത്താൻ മടിക്കാത്തവർ ഞങ്ങളെ വെറുതെ വിടില്ലെന്ന് അച്ഛൻ അറിയാമായിരുന്നു. ആ കണക്കുകൂട്ടൽ എത്രയോ ശരിയായിരുന്നു. ചിത കത്തി ഉയരുന്ന നേരത്ത് പോലും അപരിചിതരായ ചിലർ ഞങ്ങളെ ശ്രദ്ധിക്കുന്നതും വിടാതെ പിന്തുടരുന്നതും അമ്മ അറിഞ്ഞിരുന്നു. ഇരുട്ട് വീണ് തുടങ്ങിയപ്പോൾ എന്റെ കയ്യും പിടിച്ച് കാണായ പുരയിടങ്ങളിലൂടെയും കാടുകളിലൂടെയും ഓടി ഓടി. രേണുകയുടെ നിറ കണ്ണുകൾക്ക് മുന്നിൽ ശശിധരനും സനാതനനും മുഖം കുനിച്ചു. ഒക്കെ കേട്ടിട്ടുണ്ട്, എങ്കിലും അനുഭവിച്ച സ്വന്തം അച്ഛന്റെ മകളുടെ നാവിൽ നിന്നത് കേൾക്കേണ്ടി വന്നപ്പോൾ ആരോടും എനിക്ക് വിദ്വേഷമോ പകയോ ഇല്ല ജ്യേഷ്ഠ. അങ്ങനെയൊന്നുണ്ടായിരുന്നെങ്കിൽ ആരുമെന്ന് ബാക്കി കാണുകയില്ലായിരുന്നു. അച്ഛനേറെ ഇഷ്ടപ്പെട്ടിരുന്ന ആദിത്യപുരം കോവിലകത്ത് നിങ്ങളെല്ലാവരുമൊത്ത് ഒരിക്കൽ കൂടി ജീവിക്കുന്നത് കാണാനായിരുന്നു എനിക്ക് മോഹം. അതിനു വേണ്ടിയാണ് ഞാൻ ഇവിടേക്ക് മടങ്ങി വന്നതും. പക്ഷേ കൊച്ചനിയൻ ചേട്ടന്റെയും അനിയൻ ചേട്ടന്റെയും രീതി കാണുമ്പോൾ മനസ്സിടിയുകയാണ്. നിങ്ങളും കണ്ടതാണല്ലോ അവരുടെ വീറും വാശിയും. അവർക്കത് മനസ്സിലാവില്ല. ആര് പറഞ്ഞാലും അനുസരിക്കുകയുമില്ല. സ്വന്തം തീരുമാനങ്ങളാണ് അവർക്ക് മുഖ്യം. അതാണ് അവരെ എല്ലാ കുഴപ്പങ്ങളിലും കൊണ്ടുചെന്ന് ചാടിക്കുന്നതും. ശശിധരവർമ്മ പറഞ്ഞു. രേണുക ശബ്ദിച്ചില്ല. നീ ഗേറ്റ് തുറക്കുന്നോ? ഞങ്ങൾ ചവിട്ടിപ്പൊളിച്ച് അകത്ത് കയറണോ? അവളൊന്ന് ചിരിച്ചു. എങ്ങനെയായാലും വിരോധമില്ല. പക്ഷേ ഈ നേരത്ത് എനിക്ക് അതിഥികളെ സ്വീകരിക്കാനുള്ള മൂഡില്ല. ഇത്രയധികം ആളുകളോട് പറയാനും ഒന്നുമില്ല. ഞാൻ ഗേറ്റ് തുറന്നിട്ട് ആരും ഇങ്ങോട്ട് കയറുകയുമില്ല. അനിയൻ ചേട്ടന് എന്താ ഇപ്പോ വേണ്ടത്? അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ആ വലമ്പരി ശംഖ് എനിക്ക് വേണം. അതിങ്ങെടുത്തു തന്നാൽ ഞങ്ങൾ ഒരു പ്രശ്നത്തിനും നിൽക്കാതെ മടങ്ങിക്കൊള്ളാം. അതിനു വേണ്ടി മാത്രമാണിപ്പോൾ വന്നിരിക്കുന്നതും. നീ തന്നില്ലെങ്കിൽ കൊണ്ടുപോകണമല്ലോ. ഏതായാലും അത് ഇന്ന് തന്നെ വേണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞു, കൊച്ചനിയൻ പറഞ്ഞു. ഞാൻ തന്നിട്ടത് ആരും കൊണ്ടുപോകില്ല. ബലമായി അത് കൊണ്ടുപോകില്ലെന്ന് എനിക്ക് ഉറപ്പുമുണ്ട്. പക്ഷേ ഞാനത് നിങ്ങളുടെ കയ്യിലേൽപ്പിക്കാം. ഇന്നേക്ക് 10-ാം നാൾ നേരം പുലരുമ്പോൾ. അതിനു മുൻപ് നടക്കില്ല. ഒക്കെ ഞാൻ അന്നേരം പറഞ്ഞതാണല്ലോ. പിന്നെയും എന്തിനാ ജ്യേഷ്ഠന്മാരെ ഈ അക്ഷമ? അതുകൊണ്ടൊരു കാര്യവും നടക്കില്ല. രേണുക അപ്പോഴും മെല്ലെ ചിരിച്ചു. അനിയനും കൊച്ചനിയനും സഹിക്കാൻ കഴിയാത്തതും അവളുടെ ആ ചിരിയാണ്. തങ്ങളെ കൊച്ചാക്കുന്ന ഒരുതരം ചിരി. നോക്കി നിൽക്കാതെ ചവിട്ടിപ്പൊളിക്കടാ ഗേറ്റ്. അവളെ പിടിച്ചിറക്കി വിട്ടിട്ട് വീടടച്ച് പരിശോധിക്ക്. കൊച്ചനിയന്റെ കൽപ്പനയാണ്. രേണുക കൈയെടുത്ത് വിലക്കി. വേണ്ട, അതുകൊണ്ട് കാര്യമില്ല. ആ ശംഖ് ഞാനിവിടെയല്ല സൂക്ഷിച്ചിരിക്കുന്നത്. എത്ര തെരഞ്ഞാലും ഇവിടെ നിന്നത് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല. കുഴപ്പങ്ങൾക്കൊന്നും നിൽക്കാതെ മടങ്ങുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ അതിൽ നിന്നുണ്ടാകുന്ന ഭവിഷ്യത്ത് അനുഭവിക്കാനും തയ്യാറായിക്കോണം. തികച്ചും സൗമ്യമായാണവൾ പറഞ്ഞത്. അല്ലെങ്കിൽ നീ ഞങ്ങളെ വിഴുങ്ങുമോ? പറഞ്ഞത് കേട്ടില്ലേടാ, അടിച്ചു പൊളിക്ക് ആ ഗേറ്റ്. അനിയന്റെ കൽപ്പന. അവളുടെ ഗീർവാണം കേട്ടു നിൽക്കാൻ ആർക്കാടാ നേരം? ഉള്ള നേരം കളയാതെ ജോലി തീർക്ക്. കൊച്ചനിയനും കൽപ്പിച്ചു കഴിഞ്ഞു. അവർ ഒപ്പം കൊണ്ടുപോന്നിരുന്ന ഗുണ്ടകൾ ഏകകാലത്താണ് ഗേറ്റിന് നേരെ കുതിച്ചത്. പക്ഷേ അതേ നേരത്ത് സ്തംഭിച്ചു നിന്ന് പോകേണ്ട നടുക്കത്തിലേക്ക് അവർ തിരിച്ചു പോവുകയും ചെയ്തു. ആരും പ്രതീക്ഷിക്കാത്ത, ആരും വിശ്വസിക്കാൻ കഴിയാത്ത ഒരു സംഭവമാണപ്പോൾ അവിടെ അരങ്ങേറിയത്. മണിമംഗലത്ത് മാധവൻ തമ്പി ആർത്തു ചിരിച്ചു. വിജയം ഒടുവിൽ ഇതാ തന്റെ തൊട്ടുമുന്നിൽ. കൈയൊന്നു നീട്ടിയാൽ തൊടാവുന്നത്ര അടുത്ത്. ഈ നിമിഷങ്ങൾ പോലും ആഘോഷിക്കപ്പെടേണ്ടതാണ്. അങ്ങനെ തന്നെയാണ് അയാൾ തീരുമാനിച്ചത്. പിന്നെ തെല്ലും ആലോചിച്ച് കളയാൻ സമയമില്ലായിരുന്നു. അതുവരെ ഇല്ലാത്ത സ്നേഹത്തോടെ അനുയായികൾ 4 പേരെയും കാറിലേക്ക് ആനയിച്ചു. ആ കാർ മാണിക്യമംഗലത്ത് നിന്ന് ഇരുട്ടിലൂടെ കുതിച്ചു പാഞ്ഞു. അത് ചെന്നു നിന്നത് ബാർ ഹോട്ടലിന്റെ മതിൽക്കെട്ടിനുള്ളിൽ. വിജയഭാസ്കർ ഹോട്ടലിന്റെ 2-ാം നിലയിലെ തന്റെ മുറിയുടെ മുന്നിൽ പുറത്തേക്കും നോക്കി ആലോചനാമഗ്നനായി നിൽക്കുകയായിരുന്നു. അപ്പോൾ അസാധാരണ വേഗതയിൽ ഹോട്ടലിനുള്ളിലേക്ക് കയറി വന്ന മാരുതി വാൻ അയാളുടെ കണ്ണിൽപ്പെട്ടു. ആ വാൻ അതേ നമ്പരുള്ള മാരുതി വാൻ. വിജയഭാസ്കറിന്റെ ഉള്ളിലൊരു സിംഹം സടകുടഞ്ഞു ഉണർന്നു. അയാൾ കൊടുങ്കാറ്റ് പോലെ താഴേക്ക് കുതിച്ചു.
വിജയഭാസ്കറിന്റെ ശരീരത്തിലെ ഓരോ അണുവും ത്രസിച്ചു. ഇതാ താൻ കാത്തിരുന്ന മുഹൂർത്തം. ഇവിടെ വന്ന നാൾ മുതൽ രാപ്പകലില്ലാതെ തിരഞ്ഞിട്ടും കണ്ടെത്താൻ കഴിയാത്തവർ തന്റെ തൊട്ടുമുന്നിലേക്ക് വന്നിരിക്കുന്നു. അയാളുടെ ഹൃദയം അതിദ്രുതമിടിച്ചു. ഇനിയെങ്കിലും അവർ കൺമുന്നിൽ നിന്ന് മായാതെ നോക്കുക തന്നെ വേണം. അതിനെന്താണൊരു വഴി? മുറിയിൽ തിരിച്ചു ചെന്ന് വിജയഭാസ്കർ പെട്ടെന്ന് ഡ്രസ്സ് മാറി താഴേക്ക് വന്നു. മാധവൻ തമ്പിയും ഗുണ്ടാ സംഘവും ബാറിന്റെ അനുബന്ധമായിട്ടുള്ള ഒരൊറ്റ മുറിയിലേക്കാണ് കയറിയിരിക്കുന്നത്. അത്ര എളുപ്പം ഇറങ്ങിപ്പോകാനിടയില്ലെന്ന് തീർച്ച. 4 പേരടങ്ങുന്ന ഗുണ്ടാ സംഘത്തിന്റെ സംരക്ഷകൻ മാണിക്യമംഗലം മാധവൻ തമ്പിയാണെന്ന് തിരക്കി അറിഞ്ഞിരുന്നു. അയാളുടെ ബംഗ്ലാവ് കണ്ടെത്തുകയും ചെയ്തിരുന്നു. ആ ബംഗ്ലാവിന്റെ പരിസരങ്ങളിൽ നിരവധി തവണ ചുറ്റിപ്പറ്റി നടന്നെങ്കിലും അയാളെയോ മറ്റാരെങ്കിലുമോ അവിടെ വെച്ച് കാണാനേ കഴിഞ്ഞിട്ടില്ല. അതോടെ ഒരു കാര്യം മനസ്സിലായി. തമ്പി അംഗരക്ഷകരെ എവിടേക്കോ മാറ്റിയിരിക്കുന്നു. ബംഗ്ലാവിൽ വെച്ച് അവർ കൂടിക്കാഴ്ച നടത്താറില്ല. എന്നിട്ടും ഒരു ദിനചര്യ പോലെ വിജയഭാസ്കർ ദിവസത്തിൽ ഒരിക്കലെങ്കിലും ആ ബംഗ്ലാവിന്റെ പരിസരത്ത് വരെ പോകുമായിരുന്നു. അതിനിടെ പ്രതികളെ കണ്ടെത്തിയാൽ അവർക്ക് കനത്ത ശിക്ഷ ലഭിക്കത്തക്ക വിധമുള്ള സർവ്വ തെളിവുകളും ശേഖരിച്ച് പോലീസിലേൽപ്പിക്കാനും വിജയഭാസ്കർക്ക് കഴിഞ്ഞു. ഒരു പക്ഷേ തെളിവുകളെല്ലാം ലഭിച്ചിട്ടും കുറ്റവാളികളെ മാത്രം കിട്ടാത്ത അപൂർവ കേസുകളിൽ ഒന്നായി അനിതയുടെ മരണം. സർക്കിൾ ഇൻസ്പെക്ടറുടെ സഹകരണവും വിജയിന് തുണയായി. എനിക്ക് ഞാൻ ജോലി ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റിനോടല്ലാതെ മറ്റാരോടും യാതൊരു കൂറുമില്ല മിസ്റ്റർ വിജയഭാസ്കർ. ഞാൻ ആരുടെയും കിമ്പളം പറ്റാറുമില്ല. അതുകൊണ്ട് തന്നെ നീതി നടത്താൻ ആരുടെയും മുഖത്ത് നോക്കി തലകുനിക്കേണ്ട ഗതികേടും എനിക്കില്ല. ഈ കേസിൽ ഇടപെട്ടിരിക്കുന്നത് സാക്ഷാൽ ആഭ്യന്തരമന്ത്രിയാണെങ്കിൽ പോലും അയാളെ ഞാൻ വെറുതെ വിടില്ല. താങ്കൾക്ക് നീതി ലഭിക്കുക തന്നെ ചെയ്യും. സർക്കിൾ ഇൻസ്പെക്ടറുടെ വാക്കുകൾ ഒരു ടോണിക്ക് പോലെ വിജയിന് ഉന്മേഷം പകർന്നുകൊണ്ടിരുന്നു. എവിടെ വെച്ച് എപ്പോൾ ഏത് പാതിരായ്ക്കായാലും പ്രതികളെ കണ്ടെത്തിയാൽ എന്നെ വിവരം അറിയിച്ചേക്കൂ. ഞാൻ താങ്കളുടെ കൂടെയുണ്ട്. ഇപ്പോൾ ഈ നിമിഷത്തിലും ചെവികളിൽ മുഴങ്ങുന്നത് ആ ശബ്ദമാണ്. വിജയഭാസ്കർ ബാറിന്റെ സൈഡ് റൂമിനരികിലൂടെ വെറുതെ ഒരു വട്ടം നടന്നു. മാധവൻ തമ്പിയും അനുയായികളും കയറിയ മുറിയിലേക്ക് ലിക്വർ ബോട്ടിലുകളും സോഡകളുമൊക്കെയായി ബേറർ പോകുന്നതും വരുന്നതും കണ്ടു. ആ വാതിൽ അകത്തുനിന്ന് അടയപ്പെടുന്നതും ശ്രദ്ധിച്ചു. ആരെയോ പ്രതീക്ഷിച്ചു നിൽക്കുന്ന ഒരാളെ പോലെ ആ മുറിയുടെ മുന്നിലെ വരാന്തയിൽ പുറത്തേക്ക് നോക്കി നിന്ന വിജയഭാസ്കറിനെ കണ്ട് പരിചയപ്പെട്ട ഒരു വെയിറ്റർ അടുത്തേക്ക് വന്നു. തന്റെ റൂമിൽ സ്ഥിരമായി വരാറുള്ള പയ്യനാണ്. സാറെന്താ ഇവിടെ നിൽക്കുന്നത്? വല്ലതും വേണമെങ്കിൽ ഞാനങ്ങ് മുറിയിലേക്ക് എത്തിക്കാം. ഒരാൾ വരാനുണ്ട്. ഞാനിവിടെ നിൽക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നതും. കുറച്ചു നേരം നോക്കും. വന്നില്ലെങ്കിൽ ഞാൻ പറയാം. അവൻ തലകുലുക്കി അകന്നു. മുറിക്കുള്ളിൽ ശ്രദ്ധിക്കാത്ത മട്ടിൽ ശ്രദ്ധിച്ചുകൊണ്ട് വരാനില്ലാത്ത ആളെയും കാത്ത് വിജയഭാസ്കർ അവിടെ തന്നെ നിന്നു. നമുക്ക് കിട്ടിയിരിക്കുന്ന ഏറ്റവും അനുകൂലവും ഏറ്റവും ഒടുവിലത്തേതുമായ അവസരമാണിത്. ഇന്നലെ ആ കൊച്ചനിയനെ കാണാൻ കഴിഞ്ഞതും നമ്മുടെ ഭാഗ്യമാണെന്നാണ് തോന്നുന്നത്. പൊതുശത്രുവിനെ നേരിടാൻ എന്റെ സഹായം അഭ്യർത്ഥിച്ചു വന്നതാണയാൾ. നാളെ അക്കാര്യം സാധിച്ചു കൊടുക്കാമെന്ന് ഞാൻ ഏൽക്കുകയും ചെയ്തു. അതുകൊണ്ട് നമ്മുടെ ദിവസമാണ്. നമ്മൾ എത്രയൊക്കെ ശ്രമിച്ചിട്ടും കണ്ടെത്താൻ കഴിയാത്ത ആളാണ് കൺമുമ്പിലേക്ക് തന്നെ വന്നിരിക്കുന്നത്. അവളുടെ കയ്യിൽ ആ വലംപിരി ശംഖ് തീർച്ചയായും ഉണ്ടായിരിക്കും. അനിയനും കൊച്ചനിയനും അവർ കൂട്ടിക്കൊണ്ടു ചെന്ന സംഘത്തിനും ആ ഗേറ്റ് കടക്കാൻ പോലും കഴിഞ്ഞില്ലെന്നാണ് പറഞ്ഞത്. അവൾക്കെന്തോ മന്ത്രസിദ്ധിയുണ്ടത്രേ. സോഡകൾ പൊട്ടുന്ന ശബ്ദത്തോടൊപ്പം അടക്കിച്ചിരിക്കുന്ന മാധവൻ തമ്പിയുടെ വാക്കുകൾ അവ്യക്തമായാണെങ്കിലും വിജയഭാസ്കർ കേട്ടു. അയാൾ ചെവി കൂർപ്പിച്ചു. അരനാഴികയിലേറെ വിജയഭാസ്കർക്ക് അവിടെ നിൽക്കേണ്ടി വന്നില്ല. അറിയാനുള്ളതെല്ലാം അതിനകം അറിഞ്ഞു കഴിഞ്ഞു. വല്ലാത്തൊരു നടുക്കവും ഒപ്പം ആഹ്ലാദവും അയാൾക്കുണ്ടായി. തനിക്ക് മുന്നിൽ വേണ്ടത്ര സമയമുണ്ടെന്നും അയാൾ അറിഞ്ഞു. ഇനി ചെയ്യാനുള്ളത് പെട്ടെന്നായിരിക്കണം. രാത്രി 10 മണി കഴിയുന്ന നേരത്ത് നൃത്തമണ്ഡപം വളയാനും രേണുകാദേവിയെ അപകടപ്പെടുത്തേണ്ടി വന്നാൽ അത് ചെയ്ത് വലംപിരി ശംഖ് കൈക്കലാക്കാനുമായിരുന്നു മാധവൻ തമ്പിയുടെയും ഗുണ്ടകളുടെയും തീരുമാനം. അതുവരെ അവർ ഇവിടെ തന്നെ ചെലവഴിക്കും. ആരാണീ രേണുകാദേവി? വിജയഭാസ്കർക്ക് ഒരു പിടിയും കിട്ടിയില്ല.
അവരുടെ നീക്കം തടയാൻ കഴിഞ്ഞില്ലെങ്കിൽ തന്റെ അനിത കൊല്ലപ്പെട്ടതുപോലെ മറ്റൊരു യുവതിയും അപകടപ്പെടുമെന്ന കാര്യം തീർച്ചയായിരിക്കുന്നു. 2-3 മണിക്കൂറുകളാണ് അവശേഷിക്കുന്നത്. അതിനുള്ളിൽ എല്ലാം നടക്കണം. കൂടുതൽ കേൾക്കാനോ അറിയാനോ നിൽക്കാതെ അയാൾ അപ്പോൾ തന്നെ ഹോട്ടലിൽ നിന്നിറങ്ങി. ആദ്യം കിട്ടിയ ഓട്ടോയിൽ തന്നെ സർക്കിൾ ഓഫീസിലേക്ക് കുതിച്ചു. ഈ അവസരം നമുക്ക് നഷ്ടപ്പെടുത്തിക്കൂടാ മിസ്റ്റർ വിജയഭാസ്കർ. അതിനുള്ള സമയം നമുക്കുണ്ടെന്നു തന്നെ ഞാൻ കരുതുന്നു. സർക്കിൾ ആർക്കൊക്കെയോ ഫോൺ ചെയ്യുന്നതും തയ്യാറായിരിക്കാൻ പറയുന്നതും വിജയഭാസ്കർ കേൾക്കുന്നുണ്ടായിരുന്നു. പക്ഷേ സാർ, ആ രേണുകാദേവി ആരെന്നറിയില്ലല്ലോ. അത് അറിയാവുന്നവർ ഉണ്ടല്ലോ, നമ്മുടെ അനിയൻ ഗ്രൂപ്പ് തമ്പുരാക്കന്മാർ. ഇൻസ്പെക്ടർ ചിരിച്ചു. അദ്ദേഹം അപ്പോൾ തന്നെ ഓഫീസിൽ നിന്നിറങ്ങി. മുറ്റത്തിരുന്ന ബൈക്കിലേക്ക് കയറുമ്പോൾ സർക്കിൾ ഇൻസ്പെക്ടർ വിജയഭാസ്കറേയും വിളിച്ചു. ഡ്യൂട്ടിക്കിടയിൽ മറ്റൊരാളെ പിന്നിൽ കയറ്റാൻ പാടില്ലാത്തതാണ്. അതുപോലെ CI ബൈക്കിൽ പോകുന്നതിലും പന്തികേടുണ്ട്. അങ്ങനെയൊക്കെ ആലോചിച്ചാൽ ഇവിടുന്ന് ഇറങ്ങാൻ പറ്റിയില്ലെന്ന് വരാം. വർക്ക്ഷോപ്പിൽ കിടക്കുന്ന ജീപ്പ് വന്നിട്ട് ഇറങ്ങാൻ കാത്തിരുന്നാൽ ചിലപ്പോൾ ഇറങ്ങേണ്ടി വരില്ല. സർക്കിൾ ചിരിച്ചുകൊണ്ട് വാഹനം സ്റ്റാർട്ട് ചെയ്തു. പുഷ്പമംഗലം കോവിലകമെന്ന് എഴുതി വെച്ചിരിക്കുന്ന ബോർഡിൽ തന്നെ തുറച്ചു നോക്കി വിജയഭാസ്കർ നിന്നു. അയാളെ പുറത്തു തന്നെ നിർത്തിയിട്ട് സർക്കിൾ വീടിനുള്ളിലേക്ക് കയറിപ്പോയിരിക്കുകയാണ്. ഇതും ഒരു കോവിലകമോ എന്ന് ശങ്കിച്ചു നിൽക്കുകയായിരുന്നു വിജയഭാസ്കർ. ആരെ കാണാനെന്നോ എന്തിനെന്നോ ഇൻസ്പെക്ടർ പറയുകയും ചെയ്തില്ല. അല്പനിമിഷത്തിനുള്ളിൽ ആജാനുബാഹുക്കളായ 2 പേരുടെയൊപ്പം അദ്ദേഹം ഇറങ്ങി വരുന്നതും ഉമ്മറത്ത് വെച്ച് കൈകൊടുത്ത് പിരിയുന്നതും കണ്ടു. തിരിച്ചിറങ്ങി വന്ന സർക്കിൾ വീണ്ടും ബൈക്ക് സ്റ്റാർട്ട് ചെയ്തു. കാര്യങ്ങളൊക്കെ അതിന്റെ വഴിക്ക് നീങ്ങുന്നുണ്ടോ മിസ്റ്റർ വിജയ്? ഇന്നത്തെ സംരംഭം വിജയിച്ചാൽ ഒരു കേസല്ല, ഫയൽ മടക്കിയ കുറച്ചധികം കേസുകൾ ചുരുളഴിയും. ഒരു പക്ഷേ ഈ ആദിത്യപുരം ഗ്രാമം ശാപങ്ങളിൽ നിന്ന് മുക്തമാവുകയും ചെയ്യും. ബൈക്ക് ഓടിക്കൊണ്ടിരിക്കെ സർക്കിൾ പറഞ്ഞു. അദ്ദേഹത്തിനും ഒരു പുതിയ ഉന്മേഷം കൈവന്നിരിക്കുന്നതായി വിജയഭാസ്കർ അറിഞ്ഞു. തിരിച്ച് ഓഫീസിലെത്തി കഴിഞ്ഞാണ് കാര്യങ്ങൾ വിശദമാക്കിയത്. ആദിത്യപുരം കോവിലകത്തിന് മുന്നിൽ മരണപ്പെട്ടവരെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു. അനിയനെക്കുറിച്ചും കൊച്ചനിയനെക്കുറിച്ചും പറഞ്ഞു. ശശിധരനെക്കുറിച്ചും സനാതനനെക്കുറിച്ചും പറഞ്ഞു. ഏതായാലും വിജയന് വിലപ്പെട്ടതെല്ലാം നഷ്ടപ്പെട്ടത് ഇവിടെ ഒരു നിമിത്തമായി പരിണമിച്ചു. രേണുകാദേവിയെ രക്ഷിക്കുന്നതോടൊപ്പം സാധിക്കാൻ കഴിയുന്നത് ഈ ഗ്രാമത്തിന്റെ തന്നെ മോചനമാണ്. സർവരുടെയും കണ്ണുകൾ ഇപ്പോൾ അവരുടെ നേർക്കാണ്, ശംഖിന്റെയും. അതുകൊണ്ട് നേടാൻ കഴിയുന്നതോ അല്ലാത്തതോ ആയ ഒരു നിധിയുടെയും പേരിലാണ് ഇവിടെ ഈ ദുരന്തമെല്ലാം നടന്നത്. അതിന്റെ പിന്നിൽ മാധവൻ തമ്പിയെപ്പോലെ ക്രൂരത മാത്രം കൈമുതലായുള്ള ക്രിമിനലുകൾ മുതലെടുക്കുകയും ചെയ്തു. വിജയഭാസ്കർ എല്ലാം കേട്ട് മിഴിച്ചിരുന്നതേയുള്ളൂ. താങ്കൾ നൽകിയിരിക്കുന്ന തെളിവുകളെല്ലാം തന്നെ വേണ്ട. മാധവൻ തമ്പിയെയും കൂട്ടാളികളെയും 2 ജീവപര്യന്തം അകത്തിടാൻ. ഇതുവരെ ഉണ്ടായ സംഭവങ്ങൾക്ക് പിന്നിലും അയാൾ തന്നെ ആയിരുന്നു. പക്ഷേ യാതൊരു തെളിവും അയാൾക്കെതിരെ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ എല്ലാം കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു. സർക്കിൾ വീണ്ടും ഫോണിന് നേരെ തിരിഞ്ഞു. രാത്രി 10 മണി കഴിഞ്ഞ സമയം. അറക്കൽ തറവാടിന് വളരെ അകലെ ഒരു ജീപ്പും ഒരു മാരുതി വാനും വന്നു നിന്നു. അതിൽ നിന്നിറങ്ങിയ ഒരു സംഘം ഗുണ്ടകൾ മാധവൻ തമ്പിയുടെ നിർദ്ദേശാനുസരണം തികഞ്ഞ കള്ളന്മാരെ പോലെ പാത്തും പതുങ്ങിയും നൃത്തമണ്ഡപത്തിനു നേരെ നീങ്ങിക്കൊണ്ടിരുന്നു. അറക്കൽ വീടിന്റെ ഉമ്മറത്ത് ലൈറ്റുണ്ടായിരുന്നില്ല. സർവരും ഉറക്കത്തിലേക്ക് പ്രവേശിച്ച ഒരു പ്രതീതിയായിരുന്നു ഗ്രാമമെമ്പാടും. അറക്കൽ തറവാട്ടിലെ ഉമ്മറത്തെ ഇരുട്ടിൽ പക്ഷേ നാരായണക്കുറുപ്പിനെ കൂടാതെ സർക്കിൾ ഇൻസ്പെക്ടറും വിജയഭാസ്കറും ഉണ്ടായിരുന്നു. കറുത്ത പക്ഷക്കാലമാണ്. സൂക്ഷിച്ചു നോക്കിയാൽ പോലും ആ ഉമ്മറത്ത് ആരെങ്കിലും ഉണ്ടെന്ന് തോന്നുമായിരുന്നില്ല. അവർ അവിടെ എത്തിയിട്ട് മണിക്കൂർ 1 കഴിഞ്ഞിരുന്നു. രേണുകാദേവിയെ കുറുപ്പ് അറക്കൽ വീട്ടിലേക്ക് മാറ്റിയിരുന്നു. പ്രശ്നങ്ങൾ കൂടുതൽ സങ്കീർണമാവുകയാണെന്ന് കുറുപ്പിന് ഇന്നലെ തന്നെ സംശയം തോന്നി തുടങ്ങിയതാണ്. അപ്പോഴും പക്ഷേ രേണുക അക്ഷോഭ്യയായിരുന്നു. എനിക്കൊരാപത്തും വരില്ല കുറുപ്പമാവ. ആർക്കും അറിയില്ലെങ്കിലും എന്റെ ഉദ്ദേശശുദ്ധിയെക്കുറിച്ച് കുറുപ്പമാവൻ അറിയാമല്ലോ. ആ ദിവസത്തിന് ഇനി ഒരാഴ്ചയല്ലേ ഉള്ളൂ. കൃത്യം 7 ദിവസങ്ങൾ കൂടി. അതുവരെ ഞാൻ സൂക്ഷിച്ചോളാം. അന്നുവരെ രക്ഷപ്പെട്ടു നിൽക്കാനുള്ള മുൻകരുതലൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്.
ആ ശംഖിന് വേണ്ടിയാണ് ജ്യേഷ്ഠന്മാർ ബന്ധപ്പെടുന്നത്. പക്ഷേ അത് ലഭിച്ചാലും അവർക്ക് പ്രയോജനപ്പെടില്ലെന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ കഴിയില്ലല്ലോ. അതവർക്ക് ബോധ്യപ്പെടും വരെ എനിക്കിവിടെ നിന്നേ പറ്റൂ. അമ്മാവൻ ഭയപ്പെടേണ്ട. അവൾ ചിരിച്ചുകൊണ്ടാണ് പറഞ്ഞതെങ്കിലും ആ ചിരിക്കുള്ളിലും ഒരു വിഷാദരേഖ പടർന്നു കിടന്നിരുന്നു. ഈ രാത്രി ഒന്ന് കഴിഞ്ഞു കിട്ടിയാൽ പിന്നെ ഒരാഴ്ച കാലത്തേക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ലെന്ന് തന്നെ കുറുപ്പും വിശ്വസിക്കുന്നു. എല്ലാം ഒന്ന് കലങ്ങിത്തെളിയാൻ പോവുകയാണ്. ഇരുട്ടിന്റെ ഇടനാഴിയിലൂടെ പതുങ്ങി പതുങ്ങി വന്ന മാധവൻ തമ്പിയുടെ ഗുണ്ടകൾ ഇരുളിലാണ്ട് കിടന്നിരുന്ന നൃത്തമണ്ഡപത്തിന്റെ ഗേറ്റ് ചാടി മുറ്റത്തിറങ്ങി. അവരുടെയൊക്കെ പാരമ്പര്യവും അതായിരുന്നല്ലോ. നൃത്ത മണ്ഡപത്തിന് ചുറ്റും അവർ വളഞ്ഞു. ഒരു ഭാഗത്തു കൂടിയും രേണുകാദേവി രക്ഷപ്പെട്ടുകൂടുന്ന മുൻകരുതൽ. വാതിലിന് നേരെ നടന്നു ചെന്നവരിൽ ഏറ്റവും മുന്നിൽ മാധവൻ തമ്പി തന്നെയായിരുന്നു. അയാൾ കോളിംഗ് ബെൽ അമർത്തി. അല്പനേരത്തിനുള്ളിൽ പുറത്തെ ലൈറ്റ് തെളിഞ്ഞു. അടുത്ത നിമിഷം വാതിലും മലർക്കെ തുറക്കപ്പെട്ടു. ആ നിമിഷം മാധവൻ തമ്പി പുറകോട്ട് മലച്ചു. ആദിത്യപുരം ഗ്രാമത്തിലെ ആബാലവൃദ്ധം ജനങ്ങളും കോവിലകത്തിന് മുന്നിൽ വീർപ്പടക്കി നിൽക്കുകയായിരുന്നു. അനിയൻ തമ്പുരാനും കൊച്ചനിയൻ തമ്പുരാനും അവരുടെ മാതാവ് ഹൈമവതി തമ്പുരാട്ടിയുമുണ്ട്. ശശിധരവർമ്മയും സനാതനവർമ്മയും അവരുടെ മാതാവ് സരസ്വതി തമ്പുരാട്ടിയും വന്നിട്ടുണ്ട്. എല്ലാവരെയും പ്രത്യേകം ക്ഷണിച്ചു വരുത്തിയത് രേണുകാദേവിയായിരുന്നു. പിന്നെ പഞ്ചായത്ത് പ്രസിഡന്റ്, സർക്കിൾ ഇൻസ്പെക്ടർ, നാട്ടിലെ പ്രമുഖർ, ക്ഷേത്രത്തിലെ പൂജാരി തുടങ്ങിയവരൊക്കെ. പ്രസിദ്ധനായ ഒരു ജ്യോത്സ്യനും ഉണ്ടായിരുന്നു. 10 മണി കഴിയുന്ന മുഹൂർത്തത്തിൽ ആദിത്യപുരം കോവിലകത്തിനു മുന്നിൽ എല്ലാവരും എത്തണമെന്നായിരുന്നു അറിയിപ്പ്, ക്ഷണവും. പുരാവസ്തു വകുപ്പുകാരിൽ ചിലരുണ്ട്. കളക്ടറുടെ പ്രതിനിധിയുണ്ട്. ഒരു ഉത്സവത്തിന് ആദിത്യപുരം ക്ഷേത്രത്തിൽ എത്തുന്നതിലുമേറെ പേർ ഇപ്പോഴിവിടെ കൂടിയിരിക്കുന്നു. അവരുടെയൊക്കെ മുഖങ്ങളിൽ കൗതുകമോ ഉത്കണ്ഠയോ ഒക്കെ ആയിരുന്നു താനും. ആദിത്യപുരം കോവിലകത്തെ നിധി അതർഹതപ്പെട്ടവരുടെ കയ്യിലെത്തുന്ന നിമിഷങ്ങളാണ് വരാൻ പോകുന്നത്. കുളിച്ച് കുറിതൊട്ട് പുളിയിലെ കരയൻ മുണ്ടും നേരിയതും ധരിച്ച് രേണുകാദേവി തമ്പുരാക്കന്മാരുടെ സമീപത്ത് പക്ഷേ തെല്ലകന്ന് നിന്നിരുന്നു. അവളുടെ സമീപത്ത് നാരായണക്കുറുപ്പ്. പുച്ഛം കലർന്ന ഒരു പുഞ്ചിരിയോടെയാണ് അനിയന്റെയും കൊച്ചനിയന്റെയും നില. എന്തു വന്നാലും തങ്ങൾക്കൊന്നുമില്ലെന്ന മട്ടിൽ സനാതനനും ശശിധരനും. ഹൈമവതി തമ്പുരാട്ടിയും സരസ്വതി തമ്പുരാട്ടിയും കയ്യൊന്നു നീട്ടിയാൽ തൊടാവുന്നത്ര അടുത്തായിരുന്നിട്ടും ഒരു ഉൾക്കടലിന്റെ അകലം സൂക്ഷിച്ചു. ഇരുവരും തമ്മിൽ ഒന്ന് നോക്കിയതുപോലുമില്ല. കൊച്ചനിയൻ ഗ്രൂപ്പിന്റെയും ശശിധര ഗ്രൂപ്പിന്റെയും അവസ്ഥയും അതുതന്നെയായിരുന്നു. നാട്ടുകാർക്കാണെങ്കിൽ കോവിലകത്തെ അംഗങ്ങളെ ഒരുമിച്ച് കണ്ടതിലുള്ള കൗതുകം ഒന്ന് വേറെയായിരുന്നു. സ്ത്രീകളുടെയെല്ലാം കണ്ണുകൾ രേണുകാദേവിയിൽ മാറി മാറി പതിഞ്ഞുകൊണ്ടിരുന്നു. എന്തൊരു ഐശ്വര്യമുള്ള മുഖം! അതിനെ കണ്ടാൽ തന്നെ അറിയാം ആ കൊച്ച് രാജകുടുംബത്തിൽപ്പെട്ടതാണെന്ന്. മറ്റേ 4 പേരെയും കണ്ടോ? നെറ്റിയിൽ എഴുതി വെക്കണം തമ്പുരാക്കന്മാരാണെന്ന്. പെണ്ണുങ്ങൾ തമ്മിൽ അടക്കം പറഞ്ഞു. അതിശയോക്തിയുണ്ടെങ്കിലും കാര്യം കുറെയൊക്കെ വാസ്തവമായിരുന്നു. ആദിത്യവർമ്മയെ കണ്ടിട്ടുള്ള പഴയ കണ്ണുകൾ രേണുകയെ കാണുന്ന മാത്രയിൽ അദ്ദേഹത്തെ ഓർത്തുപോകുമെന്നത് സത്യമായിരുന്നു. അദ്ദേഹത്തിന്റെ ഛായ അതുപടി കിട്ടിയിരിക്കുന്നത് അവൾക്ക് തന്നെയാണ്. മറ്റ് 4 പേർക്കും അമ്മമാരുടെ ഛായയാണ് കൂടുതൽ. അനിയൻ ഇടയ്ക്കിടെ കൈത്തണ്ട ഉയർത്തി വാച്ചിൽ നോക്കുന്നുണ്ടായിരുന്നു. കൊച്ചനിയനും അസ്വസ്ഥത പ്രകടിപ്പിച്ചു. ഇടയ്ക്കെപ്പോഴോ രോഷത്തോടെ കൊച്ചനിയന്റെ കണ്ണുകൾ രേണുകയെ ഒന്നിരുത്തി നോക്കി. കഴിഞ്ഞ ആഴ്ചയിൽ മാധവൻ തമ്പിയെയും ഗുണ്ടകളെയും രായ്ക്കുരാമാനം ജയിലിൽ എത്തിച്ചവളാണ്. ജാമ്യം പോലും കിട്ടാത്ത വകുപ്പുകളാണ് തമ്പിയുടെ മേൽ ചാർത്തിയിരിക്കുന്നതെന്നും അറിയാൻ കഴിഞ്ഞു. ഒരു കണക്കിന് അവനത് സംഭവിക്കുക തന്നെ വേണം. പിറ്റേന്ന് തങ്ങൾക്ക് ശംഖ് നേടിത്തരാൻ സഹായിക്കാമെന്ന വാഗ്ദാനം നൽകിയിട്ടല്ലേ ആരുമറിയാതെ തലക്കാട് വെട്ടാൻ ഇറങ്ങിത്തിരിച്ചത്. സർക്കിളും പാർട്ടിയും സമയോചിതമായി ഇടപെട്ടത് ഭാഗ്യം. അല്ലെങ്കിൽ അവളെ വകവരുത്തിയിട്ടാണെങ്കിലും തമ്പിയും അവന്റെ അനുചരന്മാരും ആ ശംഖ് നേടിയെടുത്തേനെ. ഇനി കൂടുതലൊന്നും ആലോചിക്കാനില്ല. സ്വത്ത് കൈവശമെത്താൻ അരനാഴികയുടെ ഇടവേള പോലുമില്ലതാനും. ആ നശിച്ച ജോത്സ്യന്റെ ഒരു മുഹൂർത്തം നോക്കൽ. കവടികളുമായി സല്ലപിക്കുന്ന ജോത്സ്യനെ ഒറ്റത്തൊടുക്കി തെറിപ്പിക്കാനാണ് അവന് തോന്നിയത്. ഒടുവിൽ ജോത്സ്യൻ മുഖമുയർത്തി രേണുകയെ ഒന്നു നോക്കി. അവളുടെ കണ്ണുകൾ നാരായണക്കുറുപ്പിന് നേരെ നീണ്ടു.
അദ്ദേഹം ഒന്ന് തലകുലുക്കി. പിന്നെ കോവിലകത്തിന്റെ മുറ്റത്ത് ഉയർന്ന ഒരു തിട്ടയിലേക്ക് കയറി എല്ലാവർക്കും കാണാവുന്ന വിധത്തിൽ അദ്ദേഹം നിന്നു. അദ്ദേഹം തൊണ്ടയൊന്ന് ചുമച്ച് ശരിയാക്കി എല്ലാവരെയും ഒന്ന് നോക്കി. എന്നിട്ട് പറഞ്ഞു തുടങ്ങി. ഈ കോവിലകത്തെക്കുറിച്ചും ഇതിനെ ചുറ്റിപ്പറ്റിയുള്ള കഥകളെക്കുറിച്ചും അറിവുള്ളവരാണല്ലോ നിങ്ങൾ. ഇവിടുണ്ടെന്ന് പറയുന്ന ഇവിടുത്തെ തലമുറകൾക്ക് മാത്രം കൈവശാവകാശമുള്ള അമൂല്യമായൊരു നിധിശേഖരത്തിന്റെ പേരിൽ ഇതിനു മുന്നിൽ നടന്നിട്ടുള്ള ദാരുണ മരണങ്ങൾക്ക് സാക്ഷികളായിട്ടുള്ളവരാണ് നിങ്ങളിൽ ഏറെയും. ആദിത്യവർമ്മ തമ്പുരാന്റെ മരണത്തിന് ശേഷം കൈവശാവകാശമില്ലാത്ത ആ നിധി ഇവിടെ തന്നെ നിലനിൽക്കുന്നു. എന്നാൽ അതിനൊരവകാശി തീർച്ചയായും ഉണ്ട്. ആളുകൾ കാത് കൂർപ്പിച്ചു. ഒന്ന് നിർത്തിയിട്ട് കുറുപ്പ് തുടർന്നു. അദ്ദേഹം ആരെയും ആ പിന്തുടർച്ചാവകാശം ഏൽപ്പിക്കാതെ പോയെന്നാണ് സർവരും ധരിച്ചിരിക്കുന്നത്. പക്ഷേ അങ്ങനെയല്ല. അദ്ദേഹം അത് ഏൽപ്പിക്കുക തന്നെ ചെയ്തിരുന്നു. അദ്ദേഹം ഏൽപ്പിച്ച ആളിനല്ലാതെ ആ നിധി തൊടാൻ പോലും കഴിയുകയുമില്ല. ആ അവകാശത്തെ ചൊല്ലി യഥാർത്ഥത്തിൽ അതിനവകാശമുള്ളവർ തമ്മിൽ പിണങ്ങുകയും മറ്റുമുണ്ടായിട്ടുള്ളത് ഞാൻ പറയാതെ നിങ്ങൾക്കറിയാം. അനിയനും കൊച്ചനിയനും ജാള്യം തോന്നി. ഇതെല്ലാം വിളിച്ചു കൂവാൻ ഇയാൾക്കാരധികാരം നൽകി? അവരുടെ ആ മനോഭാവം കുറുപ്പിന് മനസ്സിലാവുകയും ചെയ്തിരിക്കണം. അദ്ദേഹം പുഞ്ചിരിയോടെ തുടർന്നു. എന്നെ ആരും തെറ്റിദ്ധരിക്കരുത്. നിധിയുടെ അവകാശി എന്നെ ഏൽപ്പിച്ചതുകൊണ്ട് മാത്രം ഞാനീ ചുമതല ഏറ്റെടുത്തതാണ്. അങ്ങനെ ഉറപ്പിച്ചു പറയാനും എനിക്ക് കഴിയാതെയാണ് വന്നിരിക്കുന്നത്. യഥാർത്ഥ അവകാശി ആരാണെന്ന് ഇനിയും കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. അത് കണ്ടുപിടിക്കാൻ നിങ്ങളെല്ലാം സാക്ഷികളായിരിക്കണമെന്നുദ്ദേശിച്ചു കൂടിയാണ് സർവരെയും ഇവിടേക്ക് ക്ഷണിച്ചിട്ടുള്ളത്. ആ മുഹൂർത്തം അടുത്തു കഴിഞ്ഞു. അതിനു മുൻപ് ഒരു വാക്കുകൂടി. തമ്പുരാന് പിന്തുടർച്ച ലഭിച്ചത് അദ്ദേഹത്തിന്റെ അച്ഛൻ തമ്പുരാനിൽ നിന്നാണ്. അതിന്റെ അടയാളം ഒരു വലംപിരി ശംഖാണ്. ആ ശംഖ് അദ്ദേഹം അംഗീകരിച്ച് നൽകുന്നവർക്ക് മാത്രമേ നിധിക്കും കോവിലകത്തിനും അവകാശമുള്ളൂ. ആദിത്യവർമ്മ തമ്പുരാനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ പെട്ടെന്നുള്ള മരണവും മറ്റു സംഭവങ്ങളും പരസ്യമായി അവകാശ അടയാളം കൈമാറാൻ കഴിയാതെയായി. യഥാർത്ഥത്തിൽ കോവിലകത്തിന്റെ അവകാശികളായി 5 പേരുണ്ട്. അനിയൻ, കൊച്ചനിയൻ, ശശിധരൻ, സനാതനൻ. പിന്നെ നിങ്ങൾക്കൊക്കെ അറിയാവുന്നതുപോലെ ശൂദ്ര സ്ത്രീയിൽ ജനിച്ച ഈ നിൽക്കുന്ന രേണുക. അദ്ദേഹം പിന്തുടർച്ചാവകാശമായി അംഗീകരിച്ച് വലംപിരി ശംഖ് ഏൽപ്പിച്ചിരിക്കുന്നത് രേണുകയെയാണ്. പക്ഷേ അവൾക്ക് അത് സ്ഥിരീകരിക്കാൻ നിങ്ങളുടെയൊക്കെ സാന്നിധ്യം വേണ്ടി വന്നിരിക്കുന്നു. 4 പേരെയും ഒഴിവാക്കി അത് കൈയടക്കാൻ രേണുകയ്ക്കുമില്ല മോഹം. അതുകൊണ്ട് അവൾ തന്നെയാണൊരു നിർദ്ദേശം വെച്ചത്. വലംപിരി ശംഖുമായി 5 പേരും കോവിലകത്തിന് നേരെ ചെല്ലണം. യഥാർത്ഥ അവകാശിക്ക് മുന്നിൽ അടഞ്ഞുകിടക്കുന്ന വാതിലുകൾ തനിയെ തുറക്കും. നിധിയിരിക്കുന്ന അറയുടെ അടയാളം കാട്ടിക്കൊടുക്കും. അസംഖ്യം നിലവറ മുറികളിൽ നിന്ന് നിധിമുറിയുടെ വാതിലുകളും തുറക്കപ്പെടും. നിധിക്ക് കാവൽ നിൽക്കുന്ന നാഗങ്ങൾ അവകാശിക്ക് മുന്നിൽ പത്തി താഴ്ത്തും, വഴിയൊഴിഞ്ഞു കൊടുക്കും. അത് ചിട്ടയാണ്, അച്ചട്ടമാണ്. അഥവാ താനല്ല അവകാശിയെന്ന് തിരിച്ചറിഞ്ഞ് വലംപിരി ശംഖ് നശിപ്പിക്കാൻ ശ്രമിച്ചാൽ അയാൾ ആ ക്ഷണം മരിച്ചു വീഴുകയും ചെയ്യും. എല്ലാവരും അറിയാൻ വേണ്ടി പറഞ്ഞുവെന്നേ ഉള്ളൂ. ഇനി മൂപ്പുമുറയ്ക്ക് മുന്നോട്ട് വരാം. പൂജാരിയുടെ പക്കൽ നിന്ന് ശംഖ് കാലാകാലങ്ങളായി സൂക്ഷിക്കുന്നതും കോവിലകം വക ക്ഷേത്രത്തിലെ ഈടുവയ്പിലാണ്. അതല്ലെന്ന് തെറ്റിദ്ധരിച്ചവരും അറിഞ്ഞിരിക്കാനാണ് പറഞ്ഞത്. ഒരു വ്യക്തിയും അത് സൂക്ഷിച്ചിരുന്നില്ല. അനിയനും കൊച്ചനിയനും പകച്ചുപോയി. രേണുക ഒരു പുഞ്ചിരിയോടെ നിൽക്കുകയാണപ്പോഴും. ആൾക്കൂട്ടത്തിനിടയിൽ മുട്ടുസൂചി വീണാൽ കേൾക്കാവുന്ന നിശബ്ദത. പ്രായമനുസരിച്ച് ആദ്യം ശംഖുമായി ചെല്ലാൻ അവകാശം അനിയൻ തമ്പുരാനാണ്. അനിയൻ തമ്പുരാന് പൂജാരിയുടെ പക്കൽ നിന്ന് ശംഖ് വാങ്ങാവുന്നതാണ്. നാരായണക്കുറുപ്പ് പറഞ്ഞു. അനിയന്റെ നെഞ്ചൊന്നിടിച്ചു. എങ്കിലും നെഞ്ചു വിരിച്ചു തന്നെ ഉറച്ച ചുവടുവയ്പോടെ അനിയൻ തമ്പുരാൻ പൂജാരിയുടെ മുന്നിലെത്തി. അദ്ദേഹം പുണ്യാഹം തളിച്ച് അനിയനെ ശുദ്ധി വരുത്തി. പിന്നെ പട്ടുതുണിയിൽ പൊതിഞ്ഞ ശംഖ് അവന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു. ആളുകൾ വീർപ്പടക്കി നിന്നു. അനിയൻ കോവിലകത്തിന് നേരെ ചുവടുകൾ വെച്ചു. പക്ഷേ അവന്റെ മുന്നിൽ കോവിലകത്തിന്റെ മുഖവാതിൽ പോലും തുറക്കപ്പെട്ടില്ല. നിരാശയും ചമ്മലും രോഷവും ആകെ തളർത്തിയ അനിയൻ ആ ശംഖ് എറിഞ്ഞുകളയാനാണ് ആഗ്രഹിച്ചത്.
പക്ഷേ നിരാശയോടെ മടങ്ങിപ്പോരാനുള്ള ക്ഷമ ഇത്തവണയെങ്കിലും അവൻ കാണിച്ചു. രണ്ടാമത് കൊച്ചനിയന്റെ ഊഴം. ആദ്യത്തെ അനുഭവം തന്നെയായിരുന്നു അവനും. പിന്നെ ശശിധരവർമ്മ ചെന്നു. അവന്റെ മുന്നിൽ മുഖവാതിൽ മലർക്കെ തുറന്നു. പക്ഷേ അതുപോലെ തന്നെ അടയുകയും ചെയ്തു. സനാതനവർമ്മയുടെയും ഗതി അതുതന്നെ ആയിരുന്നു. ഏറ്റവും ഒടുവിലത്തെ ഊഴമായിരുന്നു രേണുകയുടേത്. വലംപിരി ശംഖുമായി കോവിലകത്തിന്റെ മുഖവാതിൽക്കൽ എത്തിയ നിമിഷം ആ വാതിൽ മലർക്കെ തുറന്നു. അകത്തെവിടെയോ നിന്നൊരു ശംഖുനാദം ഉയരുന്നുവോ? വാതിൽ അടയുമോ എന്ന് ഒരു നിമിഷം കാത്തു. പിന്നെയാണവൾ ആ വാതിലിലേക്ക് ചുവട് വെച്ചത്. ഒപ്പം അകത്തെവിടെയൊക്കെയോ വാതിലുകൾ തുറക്കപ്പെടുന്ന ശബ്ദം കേൾക്കായി. ജനങ്ങളുടെ ചുണ്ടുകളിൽ നിന്നൊരു ആശ്ചര്യസ്വരം ഉയർന്നു. രേണുക കോവിലകത്തിനുള്ളിലേക്ക് മുന്നിൽ തുറക്കപ്പെട്ട വാതിൽ കടന്ന് പൊയ്ക്കൊണ്ടിരുന്നു. നിലവറയിലെവിടെയോ മറ്റൊരു വാതിൽ തുറക്കുന്ന ഞരക്കം. ഒപ്പം അവളുടെ മുന്നിൽ ഒരു സ്വർണനാഗം പ്രത്യക്ഷപ്പെട്ടു. അവൾക്ക് മുന്നിൽ അതൊരു വഴികാട്ടിയായി. കോവിലകത്തിന്റെ അങ്കണത്തിൽ നിന്ന് ആർപ്പുവിളിയുടെ ആരവം. കോപത്തോടെ രംഗത്തു നിന്ന് ചാടിപ്പുറപ്പെട്ടു പോകാൻ തുടങ്ങിയ അനിയനെയും കൊച്ചനിയനെയും സർക്കിൾ ഇൻസ്പെക്ടർ തടഞ്ഞു. വരട്ടെ തമ്പുരാൻ, ചടങ്ങുകൾ പൂർത്തിയായിട്ട് മടങ്ങുകയല്ലേ ഉചിതം. ഇപ്പോൾ നിങ്ങൾ പോയാൽ അതിത്രയും പേരെ അവഹേളിക്കുന്നതിന് തുല്യമല്ലേ? അപഹാസ്യരാകുന്നത് ഞങ്ങൾക്കിഷ്ടമല്ല. വല്ലവരെയും ആദരിക്കാൻ ഞങ്ങൾക്കൊട്ടും നേരവുമില്ല. കൊച്ചനിയൻ ജ്വലിച്ചു. ഒരു പക്ഷേ ആദരിക്കപ്പെടുന്നത് നിങ്ങളാണെങ്കിലോ? ഇനിയല്ലേ, ഇവിടെയല്ലേ. ഞങ്ങൾ ഈ കോവിലകം മറക്കുകയാണ് സാർ, അനിയൻ തമ്പുരാനും പറഞ്ഞു. മുന്നിൽ തുറക്കപ്പെട്ട നിലവറ മുറിയിലെ വാർപ്പുകളിലും ചെമ്പുകളിലും നിറഞ്ഞു കിടക്കുന്ന ആഭരണങ്ങളും രത്നങ്ങളും നിറകണ്ണുകളോടെയാണ് രേണുക കണ്ടുനിന്നത്. അച്ഛൻ നൽകിയിട്ടു പോയ സൗഭാഗ്യം. അടുത്ത നിമിഷം അവൾ പിന്തിരിഞ്ഞു. കണ്ണുകൾ തുടച്ചിട്ട് പുറത്തേക്കിറങ്ങിയ അവളെ ആർപ്പുവിളികളോടെയാണ് എല്ലാവരും എതിരേറ്റത്. അവളുടെ കണ്ണുകൾ 4 ജ്യേഷ്ഠന്മാരിലും അവരുടെ അമ്മമാരിലും ഒരു ഞൊടിയിട തങ്ങി. ഈ കോവിലകത്തിന്റെയും നിധിയുടെയും അവകാശം പൂർണ്ണമായും എനിക്കാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞിരിക്കുകയാണല്ലോ. പക്ഷേ എനിക്കിതൊന്നും ആവശ്യമില്ല. ഇതത്രയും ജ്യേഷ്ഠന്മാർ വീതിച്ചെടുത്തു കൊള്ളട്ടെ. ഇരു വീട്ടുകാരും പഴയതുപോലെ കോവിലകത്ത് വന്ന് പാർക്കണമെന്നൊരപേക്ഷയെ എനിക്കുള്ളൂ. എനിക്ക് ലഭിക്കേണ്ട ഏറ്റവും വലിയ നിധി എന്റെ അച്ഛനായിരുന്നു. അതിലും വലിയൊരു നിധി എനിക്ക് ആവശ്യവുമില്ല. അച്ഛന്റെ ഓർമ്മയ്ക്ക് ഈ കോവിലകം എന്നും ആദിത്യപുരത്ത് ഉണ്ടായിരിക്കണമെന്നും ഒരാഗ്രഹമുണ്ട്. നിറഞ്ഞു വന്ന മിഴികൾ നേരിയതുയർത്തി തുടച്ചുകൊണ്ട് രേണുക നാരായണക്കുറുപ്പിന് നേരെ തിരിഞ്ഞു. വരൂ അമ്മാവ, നമുക്ക് പോകാം. നൃത്തമണ്ഡപത്തിൽ കുട്ടികൾ കാത്തിരിക്കുന്നുണ്ടാവും. കുറുപ്പിനൊപ്പം രേണുക ആൾക്കൂട്ടത്തിനിടയിൽ നിന്ന് പുറത്തിറങ്ങി. അനിയനും കൊച്ചനിയനും അവരുടെ പിന്നാലെ ചെന്നു. ശശിധരനും സനാതനനും അവരുടെ അമ്മമാരും ചെന്നു. അവരാരെങ്കിലും തന്നെ അനുജത്തി എന്നൊന്ന് വിളിച്ചിരുന്നെങ്കിലെന്ന് അവൾ കൊതിച്ചു. അമ്മമാരിൽ ആരെങ്കിലും മോളെ എന്നൊന്ന്. അനുജത്തി നിൽക്കൂ, പോകരുത്. മോളെ നിൽക്കൂ, പോകരുത്. പുറകിൽ അമ്മമാരുടെയും ജ്യേഷ്ഠന്മാരുടെയും വിളി. രേണുകയുടെ മനം കുളിർത്തു. കഥ അവസാനിച്ചു. കഥ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, കമന്റ്, ഷെയർ, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് വേണ്ടി കഥ വായിച്ചത് മിഥുൻ മോഹൻ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി.